നമസ്കാരം. പൗലിയൻ മാസ്റ്റർ എമിലി ബ്ലാക്ക് സോൾ ബൈൻഡിങ് ടെക്നിക്ക് വഴി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മാർക്കിന് ഒരു വല്ലാത്ത അതിശയം. സോൾ ബൈൻഡിങ് ടെക്നിക്കോ? അതെന്താ സംഭവം? പൗലിയൻ മാസ്റ്റർ അവർക്ക് അറിയാവുന്ന ശൈലിയിൽ മാർക്കിനോട് ആ കാര്യം വിശദീകരിച്ചു. എമിലി ബ്ലാക്കിന്റെ സോളിനെ ഒരു ഏരിയക്കുള്ളിൽ തളച്ചിരിക്കുകയാണ്. ആ ഏരിയയുടെ പുറത്തേക്ക് എമിലി കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എമിലിയുടെ ശക്തി നഷ്ടമാകും. ആ ശൈലിയിൽ ഒരു സ്പെല്ല്, ഒരു മാന്ത്രിക വിദ്യ എമിലിയുടെ ബോഡിയിൽ ആരോ നടത്തിയിട്ടുണ്ട്. അത് നടത്തിയിരിക്കുന്നത് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ ആണ്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. മാർക്ക് ഫെല്ലർ എമിലി ബ്ലാക്കിനെ ആ മിസ്റ്റിക് വേൾഡിനകത്ത് നിന്ന് രക്ഷിക്കുന്ന സമയത്ത് എമിലിക്ക് ശരിക്കും ബോധമുണ്ട്. എമിലി മാർക്കിനോട് സംസാരിച്ചതുമാണ്. പക്ഷെ എപ്പോഴാണോ ആ മിസ്റ്റിക് വേൾഡിന് പുറത്ത് മാർക്ക് എമിലി എത്തിച്ചത്, ആ നിമിഷത്തിൽ എമിലി ബോധം കെട്ട് വീഴുകയായിരുന്നു. ആ കാര്യത്തെക്കുറിച്ച് മാർക്ക് ഫെല്ലർ ആലോചിക്കുന്ന ആ നിമിഷത്തിൽ പൗലിയൻ മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ബാ. മാർക്കിനെ കൊണ്ട് പൗലിയൻ മാസ്റ്റർ എമിലി കിടക്കുന്ന സ്ഥലത്തെത്തി. എമിലി ഒരു തോണിയിൽ അങ്ങനെ കിടത്തിയിരിക്കുകയാണ്. ശരിക്കും ഒരു എണ്ണ തോണി എന്ന് നമുക്ക് അതിനെ വിളിക്കാം, പക്ഷെ അതൊരു മരുന്നുകളുടെ തോണിയാണ്. എമിലി ആ തോണിയിൽ അങ്ങനെ മുങ്ങിക്കിടക്കുകയാണ്. അവളുടെ തല മാത്രം ലേശം പൊക്കി വെച്ചിരിക്കുകയാണ്. ആ തോണിയിലെ മരുന്നിൽ നിന്ന് അല്പം പൊങ്ങി നിൽക്കുന്ന എമിലിയുടെ മുഖത്ത് അവളുടെ പഴയ ആ മുഖഭാവം മടങ്ങി വരുന്നത് കൃത്യമായി കാണാം. ബോഡിയിലെ പരിക്കുകൾ ഏതാണ്ട് മാറി തുടങ്ങുന്നുണ്ട്. ആ കാഴ്ച കണ്ട മാർക്ക് ഫെല്ലർ ആ തോണിയുടെ അടുത്ത് മുട്ടുകുത്തി. ശരിക്കും മാർക്കിന്റെ മുഖം സങ്കടം കൊണ്ട് അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. മാർക്കിന് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. മാർക്ക് ആദ്യമായി എമിലി ബ്ലാക്കിനെ കാണുന്നത് മിഡിൽ സിറ്റിയിൽ വെച്ചാണ്. അന്ന് ആ സൺ കുടുംബത്തിന്റെ പുറത്ത് ആ ഫുട്പാത്തിൽ ബോധരഹിതനായി കിടക്കുമ്പോഴാണ് എമിലി മാർക്കിനെ എടുത്ത് കാറിനകത്ത് കയറ്റുന്നത്. അന്ന് മാർക്ക് എമിലിയുടെ മടിയിൽ തലവെച്ചാ കിടന്നത്. മാർക്കിന്റെ മനസ്സിൽ ചെറിയൊരു ഓർമ്മയാണ് ആ കാറിനകത്തുള്ള യാത്രയെക്കുറിച്ചുള്ളത്. പിന്നീട് എമിലിയെ കൃത്യമായി മാർക്ക് കാണുന്നത് ആശുപത്രി വെച്ചാണ്. അതിസുന്ദരിയായ എമിലി ബ്ലാക്കിനെ ആശുപത്രി കണ്ട മാർക്ക് നിർനിമേഷനായി നോക്കി നിന്ന ആ സംഭവം മാർക്കിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. പിന്നീട് എമിലി മാർക്കിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ആ കാലവും മാർക്കിന്റെ മനസ്സിലുണ്ട്. രാജകുമാരിയെ പോലെ ശരിക്കും സകലരും അംഗീകരിക്കുന്ന, സകലരും വല്ലാത്ത ഇഷ്ടത്തോടെ നോക്കി നിന്നു പോയിരുന്ന ആ എമിലിയാണ് ഇതാ നിശ്ചലയായി ആ എണ്ണത്തോണിയിൽ കിടക്കുന്നത്. അവളുടെ ഈ അവസ്ഥയ്ക്ക് ഒരു പരിധിവരെ കാരണക്കാരൻ മാർക്ക് ഫെല്ലറാണ്. മാർക്കിനോടുള്ള അവളുടെ ഇഷ്ടമാണ് ഈ തോണിയിൽ അവളെ എത്തിച്ചത്. അവൾ ഹാൻ വിൽമൗണ്ടിനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല. അതെല്ലാം ആലോചിക്കുമ്പോൾ മാർക്കിന് വല്ലാത്ത സങ്കടം വരികയാണ്. സോൾ ബൈൻഡിങ് ടെക്നിക് എമിലി ബ്ലാക്കിന്റെ ബോഡിയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് എമിലിയെ രക്ഷിക്കാൻ പൗലിയൻ മാസ്റ്റർക്ക് പോലും പറ്റാത്തത്. മാർക്ക് ആ ബോഡി തന്നെ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ പൗലിയൻ മാസ്റ്റർ മാർക്കിനെ വിളിച്ചു, മാർക്ക് ബാ. മാർക്ക് ഫെല്ലറേയും കൊണ്ട് പൗലിയൻ മാസ്റ്റർ എത്തിയത് അവരുടെ ഡൈനിങ് ഹാളിലാണ്. അവിടെ സാക്ഷാൽ ജിയാങ് ഹി ഇരിപ്പുണ്ട്. ജിയാങ് ഹിയെ കണ്ടതും മാർക്ക് ഫെല്ലർ ജിയാങ് ഹിയെ വണങ്ങി. സീനിയർ വണക്കം അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ഫെല്ലർ ജിയാങ് ഹിയുടെ അടുത്ത് വന്നിരുന്നു. ജിയാങ് ഹി മാർക്കിനെ തന്നെ കൗതുകത്തോടെ വീക്ഷിക്കുകയാണ്. ഏയ് മാർക്ക്, നീ ആ മാർഷൽ സെന്റ് പവർ നേടുമെന്ന് ഞാൻ ശരിക്കും കരുതിയിരുന്നില്ല കേട്ടോ. സീനിയർ, അത് യാദൃശ്ചിവശാൽ സംഭവിച്ചതാണ്. ഏയ് മാർക്ക്, എനിക്ക് നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ശരിക്കും അഭിമാനം തോന്നുകയാണ്. മാർക്ക്, നീ ആ മിസ്റ്റിക് വേൾഡിനകത്ത് കടക്കുമെന്നും അവിടെ നിന്ന് എമിലി രക്ഷിക്കുമെന്നും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. മാർക്ക്, നീ എന്നെ ഒരിക്കൽ കൂടി അതിശയപ്പെടുത്തിയിരിക്കുകയാണ്. ആ മിസ്റ്റിക് വേൾഡ് അത്രയേറെ അപകടം പിടിച്ച സ്ഥലമാണ്. അങ്ങനെ ജിയാങ് ഹി പറഞ്ഞതും മാർക്ക് ജിയാങ് ഹിയോട് ചോദിച്ചു, സീനിയർ, അങ്ങ് ആ മിസ്റ്റിക് വേൾഡിൽ കയറിയിട്ടുണ്ടോ? മാർക്ക്, അതുകൊണ്ടാണല്ലോ ഞാൻ ഈ പറയുന്നത്. സീനിയർ, അപ്പോൾ മിസ്റ്റിക് വേൾഡിൽ ശരിക്കും മാർഷൽ സെന്റുകൾ ഉണ്ടോ? മാർക്ക്, അതിശക്തനായ മാർഷൽ സെന്റ് അവിടെ ഉണ്ട്. സീനിയർ, പിന്നെ എന്തുകൊണ്ടാണ് ആ മാർഷൽ സെന്റിന് പുറത്തിറങ്ങാൻ പറ്റാത്തത്? മാർക്ക്, അവിടെയാണ് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ഒരു പ്രശ്നം ഇരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഈ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനും ഒരാളും തമ്മിൽ ഒന്ന് ഉരസിയിരുന്നു. ആ ആള് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനെ ശരിക്കും റെസ്ട്രിക്റ്റ് ചെയ്തു. അതുമായി ബന്ധിപ്പിച്ച് ഒരുപാട് കഥകളൊക്കെ കേൾക്കുന്നുണ്ട്. ആ വ്യക്തി 30ഓളം മാർഷൽ സെയിന്റുകളെ കൊന്നു എന്നൊക്കെയാണ് കഥ. എത്രത്തോളം ആ കഥയിൽ സത്യമുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. 30 മാർഷൽ സെയിന്റുകളെ ഒരാൾ കൊലപ്പെടുത്തി കേട്ടപ്പോൾ മാർക്ക് ഫെല്ലർക്ക് വല്ലാത്ത അതിശയം. ഈ ഭൂമിയിലെ അവസാന വാക്കാണ് മാർഷൽ സെയിന്റ്. മാർഷൽ സെയിന്റിന് അപ്പുറം ഒന്നുമില്ല എന്നാണ് എല്ലാവരും പറയുക. ആ കരുത്തുള്ള 30 മാർഷൽ സെയിന്റുകളെ ഒരു വ്യക്തി കൊലപ്പെടുത്തിയതൊക്കെ കേട്ടപ്പോൾ എങ്ങനെ വിശ്വസിക്കുക? സീനിയർ,
അങ്ങ് പറയുന്നത് സത്യമാണ് മാർക്ക്. എനിക്കും കൃത്യമായി കാര്യങ്ങൾ അറിയത്തില്ല, കേട്ടുകേൾവികളാണ്, തെളിവുകൾ എൻ്റെ കയ്യിലുമില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ആ മിസ്റ്റിക് വേൾഡിനകത്ത് ശക്തനായ മാർഷൽ സെയിന്റ് ഉണ്ട്. അവർക്ക് പുറത്ത് കിടക്കാൻ പറ്റില്ല. മാർക്ക് ഫെല്ലർക്കും അത് ഫീൽ ചെയ്തിരുന്നു. മാർക്ക് എമിലിയും ആ കൊച്ചു പെൺകുട്ടിയും കൊണ്ട് ആ മിസ്റ്റിക് വേൾഡിനകത്ത് നിന്ന് പുറത്തേക്ക് ഓടുന്ന നിമിഷത്തിൽ മാർക്കിന് തന്നെ സമീപിക്കുന്ന ഒരു ശക്തമായ ഊർജ സോഴ്സ് ഫീൽ ചെയ്തിരുന്നു. ആ ഊർജ സോഴ്സ് ഉറപ്പായും ഒരു മാർഷൽ സെയിന്റ് ആയിരിക്കും. മാർക്കിന് അക്കാര്യത്തിൽ ഇപ്പോൾ വ്യക്തമായ ധാരണയുണ്ട്. ആ ഊർജ സോഴ്സിന് അല്ലെങ്കിൽ ആ മാർഷൽ സെയിന്റിന് എന്തുകൊണ്ടോ മാർക്കിനെ ഫോളോ ചെയ്ത് പുറത്തെത്താൻ പറ്റിയില്ല. അതിന് കഴിയാത്ത ശൈലിയിൽ ഒരു റെസ്ട്രിക്ഷൻ അവിടെ ആ മിസ്റ്റിക് വേൾഡിലുണ്ട്. മാർക്ക് തന്റെ അനുഭവം ജിയാങ്ഹിയുമായി പങ്കുവച്ചതും പൗലി മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് അതൊക്കെ അവിടെ ഇരിക്കട്ടെ, എന്താ മാർക്കിന്റെ അടുത്ത പണി? അത് കേട്ടതും മാർക്ക് പൗലി മാസ്റ്ററോട് പറഞ്ഞു, പൗലി മാസ്റ്റർ എന്തായാലും എമിലി രക്ഷിക്കണം. എമിലി രക്ഷിക്കാനുള്ള ടെക്നിക്ക് ആ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിലെ ആളുകൾക്ക് അറിയാവുന്നതാണ് പൗലി മാസ്റ്റർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവരെ ആക്രമിക്കാനുള്ളത് വേറെ മാർഗമില്ല. മാർക്ക്, നീ എന്ത് വിഡിത്തഴി പറയുന്നത്? നീ വിചാരിക്കും പോലെ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ അത്ര ലളിതമായ സംഭവമൊന്നുമല്ല. അവിടെ അതിശക്തമായ സിസ്റ്റംസ് ഉണ്ട്, അതിശക്തരായ ആളുകളുണ്ട്. അവർക്ക് ഈ പറഞ്ഞ ആ മിസ്റ്റിക് വേൾഡിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റുന്നില്ല എന്നതാണ് പരിമിതി. ആ പരിമിതിയാണ് അവരുടെ പ്രശ്നം. അത് കേട്ടതും മാർക്ക് ഫെല്ലർ ജിയാങ്ഹിയോട് പറഞ്ഞു, സീനിയർ, അതാണ് ഞാൻ ആയുധമാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോ എന്നെ തോൽപ്പിക്കാൻ അവർക്ക് ആർക്കും പറ്റില്ല. എന്റെ മാർഷൽ സെയിന്റ് പവർ തീരുന്നതിന് മുന്നേ എനിക്ക് അവരിൽ നിന്ന് ഉത്തരം കിട്ടിയേ പറ്റൂ. അത്രയും പറഞ്ഞതും എന്തോ ആലോചിച്ചതുപോലെ മാർക്ക് പൗലി മാസ്റ്ററോട് ചോദിച്ചു, പൗലി മാസ്റ്റർ, ഞാൻ കൊണ്ടുവന്ന ആ ആളുകൾ എവിടെ? മാർക്ക് ഫെല്ലർ അങ്ങനെ ചോദിച്ചതും പൗലി മാസ്റ്റർ മാർക്കിനെയും കൊണ്ട് താഴെയുള്ള നിലവറയിലെത്തി. ആ നിലവറയിൽ വിൽ ജാക്കിനെയും ആ പെൺകുട്ടിയും അടച്ചിരിക്കുകയാണ്, 2 മുറികളിലായി. അത് കണ്ടതും ആ നിലവറ തുറന്ന് അകത്ത് കിടന്ന മാർക്ക് ഫെല്ലർ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. മാർക്കിനെ കണ്ടതും ആ പെൺകുട്ടി കരഞ്ഞു തുടങ്ങി. ശരിക്കും അവൾ വല്ലാത്ത സങ്കടത്തിലാണ്. അവളൊരു മാർക്വിസാണ്. എന്നിട്ടും അവൾക്ക് ശരിക്കും ഭയം. മാർക്ക് പൗലി മാസ്റ്ററോട് പറഞ്ഞു, പൗലി മാസ്റ്റർ, ഇത് എൻ്റെ ഫ്രണ്ടാണ്, ഇവിടെ ഇങ്ങനെ തടവിലിടാൻ പാടില്ല. അത് കേട്ടതും പൗലി മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, ഓക്കെ മാർക്ക്, ഞാൻ മനസ്സിലാക്കുന്നു. ആ നിമിഷത്തിൽ തന്നെ പൗലി മാസ്റ്റർ ആ കൊച്ചു പെൺകുട്ടിയെ ആ നിലവറയിൽ നിറക്കി അവരുടെ സഹായി ഏൽപ്പിച്ചു. ഇവൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. പൗലി മാസ്റ്ററുടെ സഹായി ആ പെൺകുട്ടിയും കൊണ്ട് പൗലി മാസ്റ്ററെ വീടിനോട് അനുബന്ധിച്ചുള്ള ഒരു മുറിയിലേക്ക് പോയപ്പോൾ മാർക്ക് ഫെല്ലർ പൗലി മാസ്റ്ററോട് പറഞ്ഞു, പൗലി മാസ്റ്റർ, ഞാൻ എന്തായാലും ആ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ വരെ ഒന്ന് പോയിട്ട് വരാം. ഇവിടെ ഇങ്ങനെ നിന്നാൽ ഒരു കാര്യമില്ലല്ലോ. മാർക്ക്, നീ എമിലിയും കൊണ്ട് അവിടെ നിന്ന് പോയ കാര്യം ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അത് നിന്നെ കാത്തിരിക്കുകയോ? നീ ഇപ്പൊ അങ്ങോട്ട് ചെന്നാൽ അത് പ്രശ്നമില്ലേ? പൗലി മാസ്റ്റർ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇപ്പൊ അവര് എന്നെ ഒന്നും ചെയ്യില്ല. അത് മാത്രമല്ല, രക്ഷപ്പെടാനുള്ള വിദ്യ എനിക്കറിയാം. അങ്ങനെ പൗലി മാസ്റ്ററോട് പറഞ്ഞിട്ട് സീനിയർ ജിയാങ്ഹിയോട് യാത്ര പറഞ്ഞ് മാർക്ക് ഫെല്ലർ ന്യൂ സെലസ്റ്റിലേക്ക് യാത്ര തിരിച്ചു. ഇതേ സമയത്ത് ഗ്രാനി ക്വീൻ ശരിക്കും അസ്വസ്ഥയോടെ അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ജിനേവോ ബ്ലാക്കും ഷാങ്ഹായിയും ഒക്കെ ഗ്രാനി ക്വീനിന്റെ അടുത്തെത്തുന്നത്. മാർക്ക് ഫെല്ലറെ അടുത്ത് എമിലി ബ്ലാക്കിന് വേണ്ടി അവർ പോയിരുന്ന കാര്യവും മാർക്ക് ഫെല്ലർ എമിലിയെ അവർക്ക് വിട്ടുകൊടുക്കാത്ത കാര്യമൊക്കെ ജിനേവോയും ഷാങ്ഹായിയും ഗ്രാനി ക്വീനിനെ അറിയിച്ചു. ഗ്രാനി ക്വീനിന്റെ സകല പ്രതീക്ഷകൾ അവിടെ അവസാനിക്കുകയാണ്. ബ്ലാക്ക് കുടുംബം വിചാരിച്ചിട്ടും എമിലി ബ്ലാക്കിനെ തിരിച്ചു പിടിക്കാൻ പറ്റിയില്ല. ശരിക്കും സങ്കടത്തോടു കൂടിയാണ് ഗ്രാനി ക്വീൻ അവിടെ നിന്ന് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിൽ മടങ്ങിയെത്തുന്നത്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിലേക്ക് ഗ്രാനി ക്വീൻ വരുമ്പോൾ ഷേ ഹാങ് ഗ്രാനിയെ കണ്ടു. ഷേ ഉടൻ തന്നെ ഓടി ഗ്രാനി ക്വീൻ്റെ അടുത്തെത്തി. ഗ്രാനി ക്വീൻ, എന്തു പറ്റി? ഷേ ഹാങ് ഗ്രാനി ക്വീൻ്റെ ആ സങ്കടകലർന്ന മുഖം കണ്ടപ്പോൾ അറിയാതെ ചോദിച്ചു പോവുകയാണ്. ഗ്രാനി അല്പനേരം നിശബ്ദയായി നിന്നു. ആ മാർക്ക് ഫെല്ലർ ചതിച്ചു, അവൻ എമിലിയെ വിട്ടുനിന്നില്ല. ഗ്രാനി ക്വീൻ ശരിക്കും സങ്കടത്തോടു കൂടിയാണ് അങ്ങനെ പറഞ്ഞത്. അത് കേട്ടതും ഷേ ഹാങ് ഗ്രാനിയോട് ചോദിച്ചു, ഗ്രാനി, നമ്മുടെ ഈ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിൽ മാർഷൽ സെയിൻ്റൊക്കെ ഉണ്ടാവില്ലേ? അവരുപയോഗിച്ച് മാർക്കിനെ പിടികൂടിക്കൂടെ? ഷേ ഹാങ്ങിന്റെ ചോദ്യം കേട്ടപ്പോൾ ഒരു നിമിഷം നിശബ്ദയായി ഷിയെ തന്നെ നോക്കി നിന്ന ഗ്രാനി ക്വീൻ ഷിയോട് പറഞ്ഞു, ഷിയ, അതിന് പറ്റുമായിരുന്നെങ്കിൽ നമ്മൾ എപ്പോഴേ അത് ചെയ്തനെ. ഗ്രാനി എന്താ പറയുന്നത്? നമുക്ക് മാർഷൽ സെയിന്റ് ഉണ്ടെന്നും അവരെ മാർക്കിനെതിരെ ഉപയോഗിക്കാൻ പറ്റില്ലെന്നുമാണോ? എന്താ അതിന്റെ കാരണം? ഷിയ, ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നീ തിരക്കാതിരിക്കുന്നത് നല്ലത്. അങ്ങനെ പറഞ്ഞിട്ട് ഗ്രാനി ക്വീൻ ആ അസോസിയേഷനിൽ നിന്ന് അക്കാഡമിയുടെ ഭാഗത്തേക്ക് നടന്നു തുടങ്ങി.
അവര് അക്കാഡമിയിൽ ബ്ലാക്കിയുടെ മുറിയിലെത്തി. ശരിക്കും സങ്കടത്തോടു കൂടിയാണ് ഗ്രാനി ക്വീൻ ബ്ലാക്കിയുടെ മുറിയിലേക്ക് കടക്കുന്നത്. ബ്ലാക്കിയുടെ മുറിയിലേക്ക് കടന്ന ഗ്രാനി ക്വീനിനെ കണ്ട ഗ്രാനി കണ്ടതും ഓടി ഗ്രാനിന്റെ അടുത്തേക്ക് വന്നു. ഗ്രാനി എന്തു പറ്റി? ശരിക്കും സങ്കടത്തിലാണല്ലോ. ഗ്രാനി ക്വീനിന്റെ അടുത്ത് നിൽക്കുന്ന ബ്ലാക്കിക്ക് ഇപ്പോഴും മുഴുവനായിട്ട് ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും അവൻ സന്തോഷഭരിതനായി അങ്ങനെ ഗ്രാനിയോട് ചോദിച്ചപ്പോൾ ഗ്രാനി ബ്ലാക്കി അവിടെയുള്ള ആ കസേരയിലിരുത്തി. അവന്റെ അടുത്ത് അവന്റെ ഓപ്പോസിറ്റായ കസേരയിൽ ഗ്രാനിയും ഇരുന്നു. ഗ്രാനി കൗതുകത്തോടെ ബ്ലാക്കി നോക്കിയിട്ട് ബ്ലാക്കിയോട് പറഞ്ഞു, ബ്ലാക്കി നീ എനിക്ക് മകനെ പോലെയാണ്. ഗ്രാനി അത് വീണ്ടും പറയണോ? ഞാൻ ഗ്രാനിയുടെ മകൻ തന്നെയാണ്. ബ്ലാക്കി നീ എന്നെ അമ്മ എന്ന് വിളിക്കൂ. ഗ്രാനിക്കുനിന്റെ ആ ആവശ്യം കേട്ടതും ബ്ലാക്കി ഒരു നിമിഷം ഗ്രാനിയെ തന്നെ അങ്ങനെ നോക്കിയിരുന്നിട്ട് അവരുടെ മുഖത്ത് നോക്കി അവരെ വിളിച്ചു, അമ്മ. ബ്ലാക്കി അമ്മ എന്ന് വിളിച്ചതും ഗ്രാനിക്കുനിന് ശരിക്കും ഒരു കുളിര് ഉണ്ടായെന്ന് പറയാം. അവരുടെ മുഖത്ത് ഒരു വല്ലാത്ത വാത്സല്യം ഉണ്ടായി വരികയാണ്. അവർ ബ്ലാക്കിയോട് പറഞ്ഞു, ബ്ലാക്കി നിനക്ക് ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ടിന്റെ കാർഡ് തരാം. നീ ഈ കാർഡുമായി എവിടേക്കെങ്കിലും ഓടി രക്ഷപ്പെട്ടോ. ഒരു കാരണവശാലും നീ ഇവിടേക്ക് മടങ്ങി വരരുത്. അമ്മ എന്തായി പറയുന്നത്? ഞാനെങ്ങനെ അമ്മയെ വിട്ടിട്ട് ഓടിപ്പോവും? ബ്ലാക്കി എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നിന്നെ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ എനിക്ക് പറ്റത്തില്ല. ബ്ലാക്കി നീ വേഗം പോ. ബ്ലാക്കിയെ അവിടെ നിന്ന് പറഞ്ഞു വിടാനായി ഒരു ധൃതി ഗ്രാനിക്വീനിന്റെ ഭാഗത്തുണ്ട്. ബ്ലാക്കി ശരിക്കും ഗ്രാനിക്വീൻ ആ കസറിന് പിടിച്ച് എണീപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം അവർ അവരുടെ ബാങ്ക് കാർഡ് എടുത്ത് ബ്ലാക്കിയുടെ കയ്യിലേക്ക് വെക്കുകയും ചെയ്തു. ബ്ലാക്കി നീ പൊയ്ക്കോ, ഒരു കാരണവശാലും നീ ഇങ്ങോട്ട് മടങ്ങി വരരുത്. അങ്ങനെ ഗ്രാനിക്വീൻ ബ്ലാക്കിയോട് പറഞ്ഞിട്ട് ബ്ലാക്കി ആ വാതിലിന്റെ പുറത്തേക്ക് തള്ളാൻ ശ്രമിച്ചതും ആ മുറിയിൽ ഒരു ശബ്ദം കേട്ടു. ഗ്രാനി നീ എന്തായി ചെയ്യുന്നത്? ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് തിരിഞ്ഞ ഗ്രാനിക്വീൻ മുട്ടുകുത്തി ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് കൈകൂപ്പുകയാണ്. ആ നിമിഷത്തിൽ അവിടെ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. മാർക്ക് ഫെല്ലറും ഗ്രാനിക്വീനും ആ മിസ്റ്റിക് വേൾഡിന്റെ വാതിലിന് അടുത്ത് വെച്ച് കണ്ട അതേ രൂപം. ശരിക്കും ആചാരബാഹുവായ ആ രൂപത്തെ കണ്ടതും ഗ്രാനിക്വീൻ കൈകൂപ്പി ആ രൂപത്തോട് പറഞ്ഞു, ക്ഷമിക്കണം, എനിക്ക് വേറെ മാർഗമില്ല. ഗ്രാനി, നിന്നോട് ഹൈറപ്സ് പറഞ്ഞ കാര്യം നീ എന്തേ ചെയ്യാത്തത്? ക്ഷമിക്കണം, എന്നെ കൊണ്ട് അത് പറ്റത്തില്ല. എനിക്ക് എൻ്റെ മകനെ അങ്ങനെ ബലിയർപ്പിക്കാൻ പറ്റില്ല. ഗ്രാനി, നീ എന്തായി പറയുന്നത്? നീ ഹൈറപ്സിനെ ധിക്കരിക്കാൻ പോവുകയാണ്. ഞാൻ ഹൈറപ്സിനെ ധിക്കരിക്കുന്നതുമല്ല. ബ്ലാക്കിക്ക് ഈ നടന്ന കാര്യങ്ങളുമായി ഒരു ബന്ധവുമില്ല. ഞാനാണ് ബ്ലാക്കി ഇതിലേക്ക് വലിച്ചിഴച്ചത്. മാർക്ക് ഫെല്ലറുമായിട്ടുള്ള ഫൈറ്റിൽ ഒരു കാരണവശാലും ഞാൻ ബ്ലാക്കിയെ ഉൾക്കൊള്ളിക്കാൻ പാടില്ലായിരുന്നു. ഞാനാണ് ബ്ലാക്കിയെ ഉൾക്കൊള്ളിച്ചത്. തെറ്റ് എന്റേതാണ്. അതുകൊണ്ട് എന്റെ ജീവൻ ബലിയർപ്പിക്കുകയാണ്. ഗ്രാനി, നീ ആലോചിച്ചിട്ടാണോ ഈ കാര്യം പറയുന്നത്? ആ രൂപം അങ്ങനെ ചോദിച്ച ആ നിമിഷത്തിലാണ് ആ മുറിയിലേക്ക് ഒരാൾ കടന്നു വരുന്നത്. അകത്തേക്ക് കടന്നു വന്ന ആള് ബ്ലാക്കിയും മാർക്ക് ഫെല്ലറെയും ആ രൂപത്തെ നോക്കിയിട്ട് ഗ്രാനിയോട് ചോദിച്ചു, ഗ്രാനി, എന്താ ഇവിടെ ഒരു ഡ്രാമ നടക്കുന്നത്? പെട്ടെന്ന് മാർക്ക് ഫെല്ലർ അവിടെ കണ്ടതും ഗ്രാനിക്വീൻ ചാടി എണീറ്റ് മാർക്ക് ഫെല്ലറോട് ചോദിച്ചു, മാർക്ക്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഗ്രാനി, ഞാൻ നിങ്ങളോട് ഫൈറ്റ് ചെയ്യാനൊന്നും അല്ല വന്നത്. ഞാനൊരു കാര്യം അറിയാൻ വേണ്ടിയാ വന്നത്. മാർക്ക്, നീ ആ എമിലെ കൊണ്ടുപോയല്ലേ? ഗ്രാനിക്വീൻ അത് ചോദിച്ചതും മാർക്ക് ഗ്രാനിക്വീനോട് പറഞ്ഞു, ഗ്രാനി, അതെന്ത് ചോദ്യമാണ്? ഞാനാണ് എമിലെ കൊണ്ടുപോയെന്നുള്ള കാര്യം ഇവിടെ ആർക്കാ അറിയാത്തത്? ഞാൻ വന്നതും എമിലിക്ക് വേണ്ടിയാണ്. ഗ്രാനി, നിങ്ങൾക്ക് ഈ സോൾ ബൈൻഡിങ് ടെക്നിക് എന്താണെന്നും അതെങ്ങനെ സോൾവ് ചെയ്യണമെന്നും അറിയാവോ? മാർക്ക് ഫെല്ലറുടെ ആ ചോദ്യം കേട്ടതും ഗ്രാനിക്വീൻ ഒന്ന് പുഞ്ചിരിച്ചു. മാർക്ക്, അപ്പോ എമിലിയെ നീ ഇവിടുന്ന് കൊണ്ടുപോയത് കൊണ്ട് ഒരു കാര്യമില്ല അല്ലേ? അവൾ ശരിക്കും ചത്തതുപോലെ കിടക്കുകയാണല്ലേ? ഗ്രാനിക്ക് ശരിക്കും സന്തോഷം. ഗ്രാനിക്വീൻ അങ്ങനെ പറഞ്ഞതും മാർക്ക് ഫെല്ലർ ഗ്രാനിയോട് പറഞ്ഞു, ഗ്രാനി പ്ലീസ്, എമിലി ഒരു നല്ല കുട്ടിയല്ലേ? അവളെ ഇങ്ങനെ കിടത്തുന്നത് ശരിയല്ലല്ലോ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറ, ആ സോൾ ബൈൻഡിങ് ടെക്നിക് എന്താണ്? എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്? ഗ്രാനിക്വീനോട് മാർക്ക് എങ്ങനെ ചോദിച്ചതും ഗ്രാനിക്വീനോട് സംസാരിച്ചുകൊണ്ടുന്ന ആ രൂപം മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഫെല്ലർ, നിനക്ക് എത്ര ധൈര്യമുണ്ടായിട്ടാണ് നീ ഈ മുറിയിലേക്ക് വന്ന് ഈ ശൈലിയിൽ സംസാരിക്കുന്നത്? ഏതാണ്ട് പ്രൊജക്ഷൻ രൂപത്തിൽ അവിടെ നിൽക്കുന്ന ആ രൂപം അങ്ങനെ സംസാരിച്ചതും മാർക്ക് ഫെല്ലർ ആ രൂപത്തോട് പറഞ്ഞു, നിന്നെയല്ലേ അന്ന് ആ മിസ്റ്റിക് വേൾഡ് വെച്ച് ഞാൻ കണ്ടത്? കള്ളക്കളവ, ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതാണ് എന്റെ കാര്യത്തിൽ കയറി ഇടപെടരുത്.
മാർക്ക് ഫെല്ലർ, നീ ആരോടാണ് സംസാരിക്കുന്നത് നിനക്കറിയാവോ? അയാൾ ഈ ചോദ്യം രണ്ടാമത്തെ തവണയാണ് മാർക്ക് ഫെല്ലറോട് ചോദിക്കുന്നത്. മാർക്ക് കഴിഞ്ഞ തവണ ആ മിസ്സിംഗ് ബേർഡിന്റെ വാതിൽക്കൽ വെച്ച് അയാളെ ഇതേ ശൈലിയിൽ കള്ളക്കിളവ എന്ന് വിളിച്ച് ആക്ഷേപിച്ചപ്പോൾ അയാൾ ആ ചോദ്യം ചോദിച്ചതാണ്. ഇപ്പൊ ഇതാ അയാൾ വീണ്ടും ആ ചോദ്യം ചോദിക്കുകയാണ്. അയാൾ അങ്ങനെ ചോദിച്ചു. മാർക്ക് അയാളോട് പറഞ്ഞു, എനിക്ക് നിന്നോട് പ്രത്യേകിച്ച് ചോദിക്കാറൊന്നുമില്ല, നീ ആരാണെങ്കിലും എനിക്ക് വിഷയമല്ല. പിന്നെ നിനക്കറിയാമെങ്കിൽ നീ പറ, എന്താണ് ഈ സോൾ ബൈൻഡിങ് ടെക്നിക്ക്? മാർക്ക് ഫെല്ലർ, എനിക്ക് ആ ടെക്നിക്കിനെ കുറിച്ച് അറിയാമെങ്കിൽ എന്ത്, അറിഞ്ഞുകൂടെങ്കിൽ എന്ത്? ഞാനത് നിന്നോട് പറയുമെന്ന് നീ കരുതുന്നുണ്ടോ? അയാളുടെ ചോദ്യത്തിൽ എല്ലാം ഉണ്ട്. മാർക്ക് ഫെല്ലർ അയാളോട് മറുപടി പറയാതെ ഗ്രാനി ക്വിനോട് ചോദിച്ചു, ഗ്രാനി ക്വിൻ, നിങ്ങൾക്കറിയാമെങ്കിൽ പറ. അങ്ങനെ മാർക്ക് പറഞ്ഞതും മാർക്കിന്റെ വലതു ഭാഗത്ത് ഇരിക്കുന്ന ബ്ലാക്കി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എന്റെ അമ്മയെ ചോദ്യം ചെയ്താലുണ്ടല്ലോ. മാർക്കിനോടുള്ള ആ ബ്ലാക്കിയുടെ ആ ഡയലോഗ് കേട്ടതും മാർക്ക് ബ്ലാക്കിക്ക് നേരെ തിരിഞ്ഞു. ബ്ലാക്കി, നിനക്ക് ഗ്രാനിയോട് അത്ര ഇഷ്ടമാണോ? നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്. എന്റെ ഗ്രാനിയെ തൊട്ട് കളിക്കാൻ ഞാൻ ആരെയും അനുവദിക്കത്തില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ബ്ലാക്കി ഗ്രാനിക്കും മാർക്കിനും ഇടയിലേക്ക് കയറി നിൽക്കാൻ ശ്രമിച്ചതും മാർക്ക് ബ്ലാക്കിയോട് പറഞ്ഞു, ബ്ലാക്കി, നീ എനിക്ക് ഒരു തരത്തിലും എതിരാളിയല്ല. നിന്നെ കൊല്ലാൻ എനിക്ക് നിഷ്പ്രയാസം പറ്റും. ഇപ്പം നിനക്കൊരു പ്രശ്നവുമുണ്ട്. നീ ശരിക്കും ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ്. അതുകൊണ്ട് നീ മാറി നിൽക്ക്. മാർക്ക് ബ്ലാക്കിയോട് അങ്ങനെ പറയുന്ന സമയത്ത് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആ ഫാൻറ്റം ഗ്രാനിയോട് പറഞ്ഞു, ഗ്രാനി, നീ അപ്പോ തീരുമാനിച്ചു അല്ലേ? അതെ, ഞാൻ തീരുമാനിച്ചു. ഗ്രാനി, ഇനിയൊരു തിരിച്ചുപോക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ നീ തീരുമാനം എടുത്തിരിക്കുന്നത്? അതെ, എന്റെ തീരുമാനം ഉറച്ചതാണ്. ഗ്രാനിക്കുൻ ആ വാചകം പറഞ്ഞതും ആ രൂപത്തിന്റെ കൈ ഒന്ന് ഉയർന്നു. ആ നിമിഷത്തിൽ ആ കയ്യിൽ നിന്ന് ഒരു പ്രകാശം ആ മുറിയിലേക്ക് ചെറുതായി വന്നതുപോലൊരു തോന്നൽ ഗ്രാനിക്കും മാർക്കിനും അതുപോലെ ബ്ലാക്കിക്കും ഉണ്ടായി. ആ പ്രകാശം ജസ്റ്റ് ഒന്ന് സ്പാർക്ക് ചെയ്യായിരുന്നു. ആ സ്പാർക്ക് ശരിക്കും പതിച്ചത് ഗ്രാനിക്വിന്റെ പുറത്താണ്. ഗ്രാനിക്വിന്റെ പുറത്ത് ആ സ്പാർക്ക് വീണതും ആ സ്പാർക്ക് വീണ പോയിന്റിൽ നിന്ന് ഒരു കറുത്ത പുക പുറത്തേക്ക് വന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ബ്ലാക്കിക്കോ മാർക്കിനോ ഒരു പിടിയില്ല. ഗ്രാനിക്വിന്റെ ഇടത് ഷോൾഡറിലാണ് ആ സ്പാർക്ക് പതിച്ചത്. അവിടെ നിന്നാണ് ഒരു കറുത്ത പുക പുറത്തേക്ക് വന്നത്. മാർക്ക് ഫെല്ലറും ബ്ലാക്കിയും വല്ലാത്തൊരു അമ്പരപ്പോടുകൂടി ആ കറുത്ത പുകയിലേക്ക് നോക്കുമ്പോൾ ഗ്രാനിക്വിന്റെ ദേഹത്ത് പല ഭാഗത്തും അതുപോലുള്ള കറുത്ത പുകകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അവരുടെ വലത് ഷോൾഡറിലും അവരുടെ ഷോൾഡറിന്റെ മുകൾ ഭാഗത്തും അതുപോലെ അവരുടെ ബോഡിയിലും പല ഭാഗത്തായി കറുത്ത പുക ഇങ്ങനെ വരികയാണ്. ഗ്രാനിക്വിന്റെ പുറത്ത് ജിഗ്ദു മാർഷൽസ് അസോസിയേഷൻ രഹസ്യമായി എന്തോ ഒരു സാധനം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ സാധനമാണ് ഇപ്പോൾ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സാധാരണ US എംബസിയിലേക്ക് വർക്ക് ചെയ്യുന്ന ജീവനക്കാരുടെ ബോഡിയിൽ ചിപ്പ് പിടിപ്പിക്കാറുണ്ട്. ആ ചിപ്പ് ആ വ്യക്തി എവിടെ പോകുമ്പോഴും കൂടെ സഞ്ചരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ആ ആളിന്റെ സഞ്ചാരപാത US എംബസിക്ക് അറിയാൻ പറ്റും. അതേ ശൈലിയിൽ ജിഗ്ദു മാർഷൽസ് അസോസിയേഷനിൽ അംഗമാകുന്ന എല്ലാവരുടെ ബോഡിയിലും ഒരു മാർക്ക് ജിഗ്ദു മാർഷൽസ് അസോസിയേഷൻ രേഖപ്പെടുത്തി വയ്ക്കും. ആ മാർക്ക് ഉപയോഗിച്ച് അവർക്ക് എപ്പോൾ വേണമെങ്കിലും ആ ആളെ കൊലപ്പെടുത്താൻ പറ്റും. ഇവിടെ ഗ്രാനിക്വിൻ എന്ന അതിശക്തിയായ ആ ലേഡിയുടെ ബോഡിയിലും ഒരു മാർക്ക് ജിഗ്ദു മാർഷൽസ് അസോസിയേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ മാർക്ക് ഇത് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ മാർക്ക് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടതും അവരുടെ ബോഡിയുടെ പല ഭാഗത്തു നിന്നും ഒരു കറുത്ത പുക പുറത്തേക്ക് വരികയാണ്. ആ കാഴ്ചയിൽ അമ്പരപ്പോടെ മാർക്ക് അങ്ങനെ നോക്കുമ്പോൾ ബ്ലാക്കി മാർക്കിനെ തള്ളി മാറ്റി ഗ്രാനിക്വിന് നേരെ ഓടി അടുത്തു. അമ്മാ, അങ്ങനെ വിളിച്ചുകൊണ്ടാണ് ബ്ലാക്കി ഗ്രാനിക്വിന്റെ അടുത്തേക്ക് വരുന്നത്. തന്റെ അടുത്തേക്ക് ഓടി വരുന്ന ബ്ലാക്കിയെ വാത്സല്യപൂർവ്വം നോക്കിക്കൊണ്ട് ഗ്രാനിക്വിൻ ബ്ലാക്കിയോട് പറഞ്ഞു, ബ്ലാക്കി, നീ പൊക്കോ, നീ പൊക്കോ, നീ ഓടി രക്ഷപ്പെട്ടോ. അവൻ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ ഗ്രാനിക്വിന്റെ കയ്യിലൊന്ന് പിടിച്ചു. ഗ്രാനിക്വിന്റെ ഇരു കൈകളിലും ബ്ലാക്കി ഒന്ന് പിടിക്കുമ്പോൾ ബ്ലാക്കിയുടെ മുഖം അങ്ങ് വിവരണമായി. ശരിക്കും ആ കൈകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് വെറും പുക മാത്രമാണ് അവൻ ഫീൽ ചെയ്യുന്നത്. അവന്റെ കൈകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രാനിക്വിന്റെ കൈകളിലൂടെ കടന്നു പോവുകയാണ്. ശുദ്ധ ശൂന്യതയാണ് അവിടെ ഉള്ളത്. മാർക്ക് ഫെല്ലറും ബ്ലാക്കിയും അമ്പരപ്പോടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഗ്രാനിക്വിൻ പതുക്കെ പതുക്കെ അങ്ങനെ പൊടിഞ്ഞു തീരുകയാണ്. അവരുടെ ആ ബോഡി ഇങ്ങനെ പൊടിഞ്ഞു തീരുന്ന ആ നിമിഷത്തിലും അവർ ബ്ലാക്കിയോട് പറഞ്ഞു, ബ്ലാക്കി മോനെ, നീ എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോ. ബ്ലാക്കിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോ ഗ്രാനിക്വിൻ വെറും പൊടികളായി അങ്ങ് മാറി. അവരുടെ ബോഡിക്കകത്ത് നിറയെ ബോംബുകൾ വെച്ചിട്ട് ആ ബോംബുകൾ ഒന്നിച്ച് പൊട്ടിച്ചാൽ
ആ ബോഡിയിൽ എന്ത് സംഭവിക്കുമോ അത് തന്നെ അവിടെ സംഭവിച്ചിരിക്കുകയാണ്. ആ ബോഡി അവരുടെ മുന്നിൽ ഏതാണ്ട് പൊടിഞ്ഞങ്ങ് തീർന്നു. കറുത്ത പുക മാത്രമാണ് അവരുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അമ്പരപ്പിക്കുന്ന ആ രംഗം ശരിക്കും ഞെട്ടലോട് കൂടിയാണ് മാർക്ക് ഫെല്ലർ നോക്കിക്കണ്ടത്. ഗ്രാനി ക്വിൻ ഏതാണ്ട് അപ്രത്യക്ഷമായതും മുട്ടുകുത്തി വാവിട്ട് അലറി വിളിക്കുകയാണ് ബ്ലാക്കി. ബ്ലാക്കിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ആ നിമിഷത്തിൽ അതുവരെ അവിടെ ദൃശ്യമായിരുന്ന ആ രൂപം അപ്രത്യക്ഷമായി. കരയുന്ന ബ്ലാക്കിയെ കണ്ട മാർക്ക് ഫെല്ലർ ഏതാണ്ട് വല്ലാണ്ടാവുകയാണ്. മാർക്ക് ഫെല്ലർക്ക് അമ്മയെ കണ്ട ഓർമ്മയേ ഇല്ല. ഇവിടെ ഇതാ ആദ്യമായി ഒരു അമ്മയും മകനും തമ്മിലുള്ള ആ അടുപ്പം മാർക്ക് ഫെല്ലർ നേരിൽ കാണുകയാണ്. ബ്ലാക്കി മകനായിട്ടാണ് ഗ്രാനി കണ്ടിരുന്നത്. ആ ബ്ലാക്കിക്ക് വേണ്ടി സ്വന്തം ജീവൻ ഗ്രാനി ക്വിൻ ബലിയർപ്പിക്കുകയായിരുന്നു. മാർക്ക് ഫെല്ലർ ഈ കാഴ്ചകൾ മുഴുവൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ. മാർക്ക് ഫെല്ലർ ശരിക്കൊന്ന് ഉലഞ്ഞു. മാർക്ക് കരയുന്ന ബ്ലാക്കിയുടെ അടുത്ത് കുനിഞ്ഞ് അവന്റെ ഷോൾഡറിലും തട്ടി. ഏയ് ബ്ലാക്കി, നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊരു കാര്യവുമില്ല. നിനക്ക് പ്രതികാരം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ ശക്തി വീണ്ടെടുക്കണം. ഈ ശക്തിയൊന്നും പോരാ, നീ ശരിക്കും ശക്തനാകണം. നല്ല ശക്തി നേടിയാലേ നിനക്ക് പ്രതികാരം ചെയ്യാൻ പറ്റൂ. നീ പ്രതികാരം ചെയ്യേണ്ടത് നിന്റെ അമ്മയെ കൊന്ന ആളുകളോടാണ്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ ബ്ലാക്കിയുടെ പുറത്തുനിന്ന് തട്ടിയിട്ട് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആ കാഴ്ച അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ മാർക്കിന് തീരെ താല്പര്യമില്ല. മാർക്ക് അവിടെ നിന്ന് നേരെ വീണ്ടും പൗലിൻ മാസ്റ്ററുടെ അടുത്തേക്ക് മടങ്ങിയെത്തി. പൗലിൻ മാസ്റ്റർ അടുത്തേക്ക് മടങ്ങിയെത്തിയ മാർക്ക് എമിലി ബ്ലാക്കിന്റെ അടുത്തെത്തുമ്പോൾ എമിലി പഴയതുപോലെ തന്നെ കിടക്കുകയാണ്. പക്ഷെ കുറച്ചുകൂടി അവളുടെ മുഖത്ത് പ്രകാശമൊക്കെ വന്നിട്ടുണ്ട്. എമിലിയെ തന്നെ നോക്കി നിൽക്കുന്ന മാർക്കിനോടായി പൗലിൻ മാസ്റ്റർ പറഞ്ഞു, മാർക്ക്, നീ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ എമിലി സുരക്ഷിതയാണ്. എമിലിയെ ഈ ശൈലിയിൽ നിലനിർത്താൻ എനിക്ക് പറ്റും. പക്ഷേ അവളെ പൂർണ്ണമായും നമുക്ക് രക്ഷിക്കണമെങ്കിൽ അവളുടെ ബോഡിയെ കൺട്രോൾ ചെയ്യുന്ന ആ സ്പെൽ ഇല്ലാതാക്കാനുള്ള മറു സ്പെൽ നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. മാർക്ക് ഫെല്ലർക്ക് പൗലിൻ മാസ്റ്റർ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ട്. മാർക്കിന്റെ അച്ഛൻ്റെ ആ ലൈബ്രറിയിൽ കുറെ പരതി നോക്കിയായിരുന്നു. സോൾ ബൈൻഡിങ് ടെക്നിക് എന്ന വേർഡാണ് മാർക്ക് പരതിയത്. ആ 3 വേർഡുകളും പരതിയിട്ടും മാർക്കിന് ആ വേർഡുകളുമായി കണക്ട് ചെയ്തുള്ള ഒന്നും കിട്ടിയില്ല. പൗലിൻ മാസ്റ്റർ മാർക്കിനോട് എത്രയും പെട്ടെന്ന് എമിലി ബ്ലാക്കിനെ രക്ഷിക്കാനുള്ള നടപടികൾ എടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ മാർക്ക് പെട്ടെന്ന് പൗലിൻ മാസ്റ്റർ ചോദിച്ചു, ആ പെൺകുട്ടി എവിടെയുണ്ട്? മാർക്കിന്റെ ചോദ്യം കേട്ടതും പൗലിൻ മാസ്റ്റർ ആ പെൺകുട്ടി ഉള്ള മുറി മാർക്കിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. മാർക്ക് ഉടൻ തന്നെ ആ മുറിക്ക് നേരെ നടന്നു. മാർക്ക് ആ മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നതും ആ പെൺകുട്ടി പെട്ടെന്ന് പേടിച്ച് കരയുകയാണ്. അത് കണ്ടതും മാർക്ക് ആ പെൺകുട്ടിയോട് പറഞ്ഞു, ഏയ് ഭയപ്പെടണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. മാർക്ക് അവളുടെ അടുത്ത് ഒരു കസേര വന്നിരുന്നു. ഇരിക്കൂട്ടി. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് അവളോട് പറഞ്ഞു, നോക്ക്, എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയണം. അനാ നിന്നെ അവിടെ കൊണ്ടുവന്നത്. നിന്നെ ഞാൻ ഉപദ്രവിക്കില്ല, നീ പേടിക്കേ വേണ്ട. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ ആ കുട്ടിയോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? എന്നെ ലിറ്റിൽ പ്രിൻസസ് എന്നാ എല്ലാവരും വിളിക്കുക, കുഞ്ഞു രാജകുമാരി എന്നാണ് അവളെ എല്ലാവരും വിളിക്കുക എന്ന് അവൾ പറഞ്ഞപ്പോൾ മാർക്ക് ഫെല്ലർ അവളോട് ചോദിച്ചു, അല്ല രാജകുമാരി, മോളുടെ യഥാർത്ഥ പേരെന്താണ്? എൻ്റെ പേര് ലിറ്റിൽ ക്യൂന എന്നാണ്. അവള് വീണ്ടും ആ ലിറ്റിൽ എന്ന പദം ഉപയോഗിച്ചാ പറയുന്നത്. ലിറ്റിൽ ക്യൂന, ലിറ്റിൽ പ്രിൻസസ് എന്നൊക്കെയാണ് അവളെ വിളിക്കുക. ക്യൂന നല്ല രസമുള്ളൊരു പേര്. കേട്ടപ്പോൾ മാർക്കിന് അങ്ങനെയാണ് തോന്നിയത്. ക്യൂന, നീ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നെപ്പോലെ ശക്തരല്ലേ എല്ലാ ആളുകളും? അയ്യോ, എന്നെക്കാൾ ശക്തർ ഒരുപാടുണ്ട്. അവിടെ എല്ലാ ആളുകളും മാർക്വിസ് ആണോ? ആ, മിക്കവാറും എല്ലാവരും മാർക്വിസ് ആണ്. മിസ്റ്റിക് വേൾഡിനകത്തുള്ള എല്ലാ ആളുകളും മാർക്വിസ് ആണെന്ന് കേട്ടപ്പോൾ മാർക്ക് ഫെല്ലർക്ക് വല്ലാത്തൊരു അതിശയം. പുറത്ത് ലോകത്ത് ഈ മാർക്വിസ് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. ചില നഗരങ്ങളിൽ ഒരു മാർക്വിസ് ഒക്കെ ആവും ഉണ്ടാവുക. ഇവിടെ ഈ ന്യൂ സെലസ്റ്റിലാണ് മാർക്വിസുകൾ ഒരുപാടുള്ളത്. പക്ഷെ ന്യൂ സെലസ്റ്റിനകത്ത് തന്നെയുള്ള ജിങ്ദൂലെ ആ മിസ്റ്റിക് വേൾഡിനകത്ത് ഇഷ്ടംപോലെ ആളുകളുണ്ട്. അവിടെയുള്ള സകല ആളുകളും മാർക്വിസാണ്. അവിടെയുള്ള സകല ആളുകളും മാർക്വിസ് ആണെന്ന് ആ പെൺകുട്ടി പറഞ്ഞപ്പോൾ മാർക്കിന് വല്ലാത്തൊരു അതിശയമുണ്ട്. മാർക്ക് അവളോട് ചോദിച്ചു, അല്ല, അവിടെ ഏറ്റവും ശക്തൻ ആരാണ്? അത് മാസ്റ്റർ ഗൂ ആണ് ഏറ്റവും ശക്തൻ. മാസ്റ്റർ ഗൂ, അദ്ദേഹം കാണാൻ എങ്ങനെ ഉണ്ടാവും? അത് നല്ല പൊക്കമൊക്കെ ഉണ്ട്. ആ പെൺകുട്ടി അങ്ങനെ പറഞ്ഞതും മാർക്ക് ഒരു പേനയും പെൻസിലും എടുത്ത് അതിൽ ഒരു ചിത്രം വരച്ചു. മാർക്ക് 2 തവണ ഒരു പ്രൊജക്റ്റഡ് രൂപമായി കണ്ട ആ വ്യക്തിയുടെ ചിത്രമാണ് മാർക്ക് ഫെല്ലർ വരച്ചത്. ആ ചിത്രം വരച്ചു തീർന്നതും മാർക്ക് ആ ചിത്രം ആ പെൺകുട്ടി കാണിച്ചു. നോക്ക്, ഇതാരാണ്? ഇതാണ് മാസ്റ്റർ ഗൂ. ഇദ്ദേഹമാണ് ഞങ്ങളുടെ വേൾഡിന്റെ തലവൻ. ഇദ്ദേഹത്തിന്റെ പേര് ഗൂ ഷീഷൻ എന്നാണ്. മിസ്റ്റിക് വേൾഡിന്റെ തലവനാണ് ഗൂ ഷീഷൻ. ആ ഗൂ ഷീഷനാണ് 2 തവണയും
പ്രൊജക്റ്റഡ് രൂപത്തിൽ മാർക്ക് ഫെല്ലറിന്റെ അടുത്തേക്ക് വന്നത്. ഇദ്ദേഹം ശക്തനാണോ? അയ്യോ, ഇദ്ദേഹം പീക്ക് ലെവൽ മാർഷൽ സെയിന്റ് ആണ്. മാർഷൽ സെയിന്റിൽ തന്നെ പീക്ക് ലെവൽ മാർഷൽ സെയിന്റ് ഉണ്ടെന്നും അങ്ങനെയുള്ള ഒരാളാണ് ഈ മാസ്റ്റർ ഗു എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. ക്യൂന പറഞ്ഞത് കേട്ടതും മാർക്കിന് വല്ലാത്തൊരു അതിശയം. തന്നെ ഫോളോ ചെയ്ത് ആ ഗേറ്റിലേക്ക് ഓടി വന്നത് അപ്പോൾ ഉറപ്പായി ഈ മാസ്റ്റർ ഗു ആവും. ഗു വിചാരിച്ചതുപോലെ ഒരു ചെറിയ കഥാപാത്രമല്ല. അയാളാണ് ആ മിസ്റ്റിക് വേൾഡിന്റെ തലവൻ. മിസ്റ്റിക് വേൾഡിന്റെ തലവനാണ് അയാളെങ്കിലും മാർക്കിന് അയാളുടെ സംഭാഷണത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായിരുന്നു. അയാള് ഗ്രാനിക്കിനോട് സംസാരിച്ചപ്പോൾ മാർക്ക് അത് ശ്രദ്ധിച്ചതാണ്. ഹൈറപ്സിന്റെ ആജ്ഞ പ്രകാരം ഗ്രാനിക്വിന്നിന്റെ മുന്നിൽ എത്തിയതാണ് മാസ്റ്റർ ഗു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. ഈ മാസ്റ്റർ ഗുവിന് മുകളിലാണ് ഈ ഹൈറപ്സ്. ഹൈറപ്സിന്റെ ആജ്ഞ അനുസരിക്കുന്ന ഒരാൾ മാത്രമാണ് മാസ്റ്റർ ഗു. മാസ്റ്റർ ഗു ആണ് ആ മിസ്റ്റിക് വേൾഡിന്റെ തലവൻ എന്ന് പറയുമ്പോൾ ഈ ഹൈറപ്സ് പിന്നെ എവിടെയാ ഉള്ളത്? ഹൈറപ്സ് അപ്പോ അവിടെ ഇല്ല. മാർക്ക് ആ പെൺകുട്ടി പറഞ്ഞ വാചകത്തെ ആ ശൈലിയിലാണ് ഒന്ന് അനലൈസ് ചെയ്തത്. മാർക്ക് ആ പെൺകുട്ടിയോട് ചോദിച്ചു, ഇവിടെ വേറെ ശക്തരായ ആളുകളില്ലേ? ഒരുപാട് ശക്തരുണ്ട്. അവർ പലരും ഹാസ്റ്റ് ഓഫ് മാർഷൽ സെയിന്റ് ആണ്. ആ മിസ്റ്റിക് വേൾഡിനകത്ത് ഹാസ്റ്റ് ഓഫ് മാർഷൽ സെയിന്റ് ഉണ്ടെന്നുള്ള ഒരു ഇൻഫർമേഷനാണ് ആ പെൺകുട്ടിയിൽ നിന്ന് മാർക്കിന് വീണ്ടും കിട്ടിയത്. ക്യൂന ഹാസ്റ്റ് ഓഫ് മാർഷൽ സെയിന്റുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ മാർക്കിന്റെ അതിശയം കൂടുകയാണ്. മാർക്ക് ഫെല്ലർ ആ പെൺകുട്ടിയോട് ആ മിസ്റ്റിക് വേൾഡിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ആ മിസ്റ്റിക് വേൾഡിനകത്ത് സാക്ഷാൽ മാസ്റ്റർ ഗു ഒരാളോട് സംസാരിക്കുകയാണ്. ഏയ്, നീ എന്തായി പറഞ്ഞു വരുന്നത്? തന്നോട് സംസാരിക്കുന്ന ചെറുപ്പക്കാരനോട് മാസ്റ്റർ ഗു അങ്ങനെ ചോദിച്ചതും ആ ചെറുപ്പക്കാരൻ മാസ്റ്റർ ഗുവിനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ പറഞ്ഞത് അച്ഛന് മനസ്സിലായില്ലേ? എനിക്ക് ഇവിടെ കഴിഞ്ഞ് മതിയായി, എനിക്ക് പുറത്തോട്ട് ഇറങ്ങണം. അത്തരത്തിലൊരു അവസരത്തിന് വേണ്ടി ഞാൻ എത്രയോ നാളായി കാത്തിരിക്കുകയാണ്. ഏയ് ഗുഷിങ്, നിനക്ക് സംഭവത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് അറിയത്തില്ലേ? അച്ഛൻ എനിക്കറിയാം. അച്ഛൻ പറഞ്ഞു വരുന്നത് ഗാർഡിയന്റെ കരാറിനെ കുറിച്ചല്ലേ? ഗാർഡിയന്റെ കരാറ് മാർഷൽ സെയിന്റുകൾക്കല്ലേ ബാധകമായിട്ടുള്ളൂ? ഞാൻ മാർഷൽ സെയിന്റ് അല്ലല്ലോ, ഞാൻ ഹാസ്റ്റ് ഓഫ് മാർഷൽ സെയിന്റ് മാത്രമല്ലേ. എനിക്കെങ്ങനെ ആ കരാറ് ബാധകമാകും? ഏയ് ഗൂഷൻ, നീ പറയുന്നത് ശരിയാണ്. ഗാർഡിയനും ജിങ്ദു മാർഷൽസ് അസോസിയേഷൻ തമ്മിലാണ് കരാറുള്ളത്. ആ കരാർ അനുസരിച്ച് മാർഷൽ സെയിന്റുകൾക്ക് നമ്മുടെ ഈ വേൾഡ് വിട്ട് പുറത്തു പോകാൻ പറ്റില്ല. പക്ഷേ നീ പറഞ്ഞപ്പോഴാണ് ഞാനും അത് ആലോചിച്ചത്. ആ കരാറിൽ ഹാസ്റ്റ് ഓഫ് മാർഷൽ സെയിന്റുകൾ പെടത്തില്ല. അച്ഛാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗ്രാനിക്വിൻ അവസാനിച്ച സ്ഥിതിക്ക് ഗ്രാനിക്വിന്നിന്റെ സ്ഥാനത്ത് എന്നെ ജിങ്ദു മാർഷൽസ് അസോസിയേഷനിൽ അച്ഛൻ പോസ്റ്റ് ചെയ്യണം. ജിങ്ദു മാർഷൽസ് അസോസിയേഷനിലെ അവസാന വാക്കായി നിലനിന്നിരുന്നത് ഗ്രാനിക്വിനാണ്. ആ ഗ്രാനിക്വിൻ ഇപ്പോൾ ഇല്ല. ആ പോസ്റ്റിലേക്ക് ഗൂഷെങ്ങിനെ നിയമിക്കണമെന്നാണ് അവന്റെ പിതാവിനോട് ആവശ്യപ്പെടുന്നത്. ഗൂഷെങ് ആ ആവശ്യത്തിൽ ഉറച്ചു നിന്നതും അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം മാസ്റ്റർ ഗു അവനോട് പറഞ്ഞു, ഓക്കെ, ഞാൻ ഹൈറപ്സുമായിട്ട് ഒന്ന് ആലോചിക്കട്ടെ, അതിനുശേഷം വേണ്ടതെന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അച്ഛാ, ഗ്രാനിക്വിൻ എന്തായാലും ഇപ്പോൾ ഇല്ല. അവിടെ ഒരാൾ കൂടിയല്ലേ തീരൂ. അവിടെ ഇപ്പോൾ ഉള്ളത് ഷിയ ഹാങ് ആണ്. ഷിയ ഹാങ്ങിന് എന്ത് കഴിയുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് അച്ഛൻ അറിയാമല്ലോ. ഷിയ ഹാങ് വെറും ഒരു മാർക്യൂസ് ആണ്. ആ ഷിയ ഹാങ്ങിന് നിയന്ത്രിക്കാൻ കഴിയുന്ന സംഭവങ്ങളൊന്നും അല്ല ജിങ്ദു മാർഷൽസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടുള്ളത്. അതുമാത്രമല്ല, ഷിയ ഹാങ്ങിനെ ജിങ്ദുവിലെ അല്ലെങ്കിൽ ന്യൂ സെലസ്റ്ററിലെ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുമായി ഡീലിങ്സ് നടത്താൻ വേണ്ടി മാത്രമാണ് ജിങ്ദു മാർഷൽസ് അസോസിയേഷൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ ആൾക്ക് ഒരിക്കലും ഈ പർപ്പിൾ ലെവലിലുള്ള ആളുകളെയോ ബ്ലാക്ക് ഗോൾഡുകാരെയോ നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഉണ്ടാവില്ല. അവരെയൊക്കെ നിയന്ത്രിക്കണമെങ്കിൽ ശരിക്കും ശക്തനായ ഒരാൾ വേണം. ഇവിടെ ഇപ്പോൾ ഗൂഷെങ് ഹാസ്റ്റ് മാർഷൽ സെയിന്റ് ആണ്. അവൻ പറയുന്ന കാര്യങ്ങൾ മാസ്റ്റർ ഗുവിന് വ്യക്തമാകുന്നുണ്ട്. ആ മിസ്റ്റിക് വേൾഡിന്റെ തലവൻ നിലയിൽ അയാളാണ് യഥാർത്ഥത്തിൽ ജിങ്ദു മാർഷൽസ് അസോസിയേഷനിലെ നിയമനങ്ങളൊക്കെ നടത്തുന്നത്. അവരങ്ങനെ സംസാരിക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ആ പെൺകുട്ടിയുടെ അടുത്ത് നിന്ന് പൗലി മാസ്റ്ററെ അടുത്തേക്ക് മടങ്ങി വന്നു. പൗലി മാസ്റ്റർ ജിയാങ്ഖിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാർക്ക് ഫെല്ലർ കയറി വരുന്നത്. അവർ രണ്ടുപേരെയും വിഷ് ചെയ്തതിനു ശേഷം മാർക്ക് ഫെല്ലർ അവരുടെ അടുത്തേക്ക് ഇരുന്നതും പൗലി മാസ്റ്റർ മാർക്ക് ഫെല്ലർക്ക് ഒരു ചായ പകർന്നു കൊടുത്തു. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാർക്ക് ഫെല്ലർ പൗലി മാസ്റ്ററോട് ചോദിച്ചു, പൗലി മാസ്റ്റർ, ഈ സോൾ ബൈൻഡിങ് ടെക്നിക്ക് എന്താണെന്നറിയാൻ ഒരു മാർഗവുമില്ലേ? മാർഗങ്ങളൊക്കെ ഉണ്ടാകും. ആ സോൾ ബൈൻഡിങ് ടെക്നിക്കിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന എന്തെങ്കിലും പുസ്തകങ്ങൾ ഉറപ്പായും കാണും. അത് കേട്ടതും ജിയാങ്ഹി പൗലി മാസ്റ്ററോടും മാർക്കിനോടായി പറഞ്ഞു, അതെ,
അവിടെ ഒരു സ്ക്രിപ്ചർ ഡെപ്പോസിറ്ററി ഉണ്ട്, ഒരു സ്ക്രിപ്ചർ ലൈബ്രറി. അവിടെ ഉറപ്പായും ഈ സോൾ ബൈൻഡിങ് ടെക്നിക്കിനെ കുറിച്ച് വിശദമാക്കുന്ന പുസ്തകങ്ങൾ കാണും. മാർക്ക് ഫെല്ലറും ഗ്രാനി ക്വിനും കൂടി ആ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിൽ നിന്ന് ആ മിസ്റ്റിക് വേൾഡിന്റെ വാതിൽക്കലേക്ക് നടക്കുന്ന സമയത്ത് മാർക്ക് ഫെല്ലർ ആ സ്ക്രിപ്ചർ ലൈബ്രറിയിലേക്കുള്ള ബോർഡ് കണ്ടിരുന്നു. അങ്ങ് ദൂരെയായി ഒരു കൂറ്റൻ ബിൽഡിംഗ് നിൽക്കുന്നതും മാർക്ക് കണ്ടിരുന്നു. ആ സ്ക്രിപ്ചർ ലൈബ്രറിക്കകത്ത് ഉറപ്പായും ഈ സോൾ ബൈൻഡിങ് ടെക്നിക്ക് സൂചിപ്പിക്കുന്ന പുസ്തകം കാണുമെന്ന് ജിയാങ് ഹി പറഞ്ഞതും മാർക്കിന്റെ മുഖത്ത് ഒരു വല്ലാത്ത സന്തോഷമുണ്ടായി. മാർക്ക്, നീ എന്താ ചിരിക്കുന്നത്? സീനിയർ, ആ സ്ക്രിപ്ചർ ലൈബ്രറി കയറിയാൽ എനിക്ക് ആ പുസ്തകം എടുക്കാൻ പറ്റിയിരിക്കും. മാർക്ക്, നീ എന്തായി പറയുന്നത്? ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ഏറ്റവും സെക്യൂരിറ്റി ഉള്ള സ്ഥലമാണ് ഈ സ്ക്രിപ്ചർ ലൈബ്രറി എന്ന് പറയുന്നത്. അവിടെ നീ എങ്ങനെ കയറും? നീ ആ ഭാഗത്തേക്ക് ചെന്നാൽ നിന്നെ അപ്പോഴേ അവര് പിടികൂടത്തില്ലേ? മാർക്ക് ഫെല്ലർ എമിലി ബ്ലാക്കിനെയും കട്ടുകൊണ്ട് പോയിരിക്കുന്നത് ആ വഴിയിലൂടെയാണ്. ഇനി ഒരിക്കൽ കൂടി മാർക്കിന് ആ ഭാഗത്തേക്ക് ചെന്നാൽ തിരിച്ചു വരാൻ പറ്റില്ലെന്നാണ് ജിയാങ് ഹി മാർക്കിനോട് പറഞ്ഞത്. അത് കേട്ടതും മാർക്ക് ജിയാങ് ഹിയോട് പറഞ്ഞു, സീനിയർ, അത് ഞാൻ എന്തെങ്കിലും ചെയ്യാം. മാർക്ക്, നീ മടത്തരമൊന്നും കാണിക്കരുത്. നിന്നെ ഇപ്പോൾ അവർ തിരക്കിക്കൊണ്ടിരിക്കുകയാവും. നീ അങ്ങോട്ട് ചെന്നാൽ ഉറപ്പായും നിന്നെ അവർ പിടികൂടും. അങ്ങനെ പൗലി മാസ്റ്റർ പറഞ്ഞതും മാർക്ക് പൗലി മാസ്റ്ററോട് പറഞ്ഞു, പൗലി മാസ്റ്റർ, എമിലിയെ കൊണ്ടുവന്നതിന് ശേഷമല്ലേ ഞാൻ ഗ്രാനിയെ കാണാൻ പോയത്? മാർക്ക് ഫെല്ലർ അത് പറഞ്ഞതും ജിയാങ് ഹി മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ഞാനത് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഈ ഗ്രാനി ക്വിൻ മരിച്ച വാർത്ത ഞാൻ ഇപ്പോഴാണ് വായിച്ചത്. ഗ്രാനി ക്വിനെ നീയാണോ കൊന്നത്? സീനിയർ, ഞാനല്ല. അവരെ കൊന്നത് ആ അസോസിയേഷൻ തന്നെയാണ്. അസോസിയേഷനിലെ ആളുകൾ തന്നെയാണ് ഗ്രാനി ക്വിനെ കൊന്നതെന്നുള്ള വാർത്ത മാർക്ക് പങ്കുവെക്കുന്ന അതേ സമയത്ത് ഈ വാർത്ത മാർഷൽ ആർട്സ് ഫോറത്തിൽ വന്നിട്ടുണ്ട്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിലെ അവസാന വാക്കായി സകലരും കണ്ടിരുന്നത് ഗ്രാനി ക്വിനെയാണ്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ ഉണ്ടെങ്കിലും അവസാന തീരുമാനം എപ്പോഴും ഗ്രാനി ക്വിൻ്റെതാണ്. കഴിഞ്ഞ 30 വർഷത്തെ ചരിത്രം അതാണ് പറയുന്നത്. ആ ഗ്രാനി ക്വിൻ മരണപ്പെട്ടിരിക്കുന്നു. ഗ്രാനി ക്വിൻ മരിക്കുന്ന സമയത്ത് ഗ്രാനി ക്വിനെ ഒപ്പം സാക്ഷാൽ മാർക്ക് ഫെല്ലർ ഉണ്ടായിരുന്നു. മാർക്ക് ഫെല്ലർ ജിങ്ദു മാർഷൽ ആർട്സ് അക്കാഡമിക്കകത്ത് ഉണ്ടായിരുന്ന സമയത്താണ് ഗ്രാനി ക്വിൻ മരണപ്പെടുന്നത്. ഗ്രാനി ക്വിനെ മാർക്ക് ഫെല്ലർ കൊലപ്പെടുത്തി. ആ ശൈലിയിൽ പലരും പോസ്റ്റിൽ കമന്റ് ചെയ്യുകയാണ്. ഗ്രാനി ക്വിനെ പോലെ അതിശക്തിയായ ഒരു മാർഷൽ ആർട്ടിസ്റ്റിനെ കൊലപ്പെടുത്താനുള്ള ശേഷി മാർക്ക് ഫെല്ലർ നേടിയിരിക്കുകയാണ്. മാർക്ക് ഫെല്ലറുടെ വളർച്ച അൺബിലീവബിൾ എന്നേ പറയാൻ പറ്റും. ആളുകൾ മാർക്ക് തന്നെയാണ് ഗ്രാനി ക്വിനെ അവസാനിപ്പിച്ചെന്നുള്ള ശൈലിയിൽ കമന്റുകളുമായി അങ്ങ് വന്ന് നിറയുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ആ വിഷയത്തിൽ കമന്റ് ചെയ്യുന്നത്. ആ കമന്റുകൾ പലതും ജിയാങ് ഹിയും വായിച്ചിരുന്നു. മാർക്ക് ആ പെൺകുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ജിയാങ് ഹി ആ കമന്റുകൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ജിയാങ് ഹി ഇപ്പോൾ അങ്ങനെ ചോദിച്ചത്. ജിയാങ് ഹിയോട് മറുപടി പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ ജിയാങ് ഹിയോട് ചോദിച്ചു, സീനിയർ, ഈ സ്ക്രിപ്ചർ ലൈബ്രറിയിൽ എന്തുണ്ടാവും? മാർക്ക്, എൻ്റെ ധാരണ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അവിടെ ഈ മാർഷൽ ആർട്ടിസ്റ്റുകളുമായി ബന്ധപ്പെട്ട സകല സംഭവങ്ങളും ഉണ്ടാകും. നമ്മുടെ മാർഷൽ ആർട്ടിസ്റ്റുകളുടെ ചരിത്രം, മാർഷൽ ആർട്സിന്റെ ചരിത്രം, അതുപോലെ സ്പെല്ലുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാം അവിടെ ഉണ്ടാവും. ഇന്റേണൽ എനർജി ഉപയോഗിച്ച് തുടങ്ങുന്ന കാലഘട്ടം മുതൽ ഏതൊരു മാർഷൽ ആർട്ടിസ്റ്റും സ്പെല്ലുകൾ ഉപയോഗിക്കാൻ പഠിക്കും. ശരിക്കും ആ മാന്ത്രിക വിദ്യകൾ പഠിക്കണമെങ്കിൽ തന്നെ മിനിമം ഇന്റേണൽ സ്ട്രെങ്ത് മാസ്റ്ററെങ്കിലും ആകണം. ഇന്റേണൽ സ്ട്രെങ്ത് മാസ്റ്ററായ ആളുകൾ മുതൽ മുകളിലോട്ടുള്ള എല്ലാവരും അവരവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള സ്പെല്ലുകളാണ് പഠിക്കുന്നത്. ആ സ്പെല്ലുകൾ ന്യൂ സെറസ്റ്ററിലെ ഒരു ലൈബ്രറിയിൽ പബ്ലിക്കായിട്ട് ജിങ്ദു മാർഷൽ അസോസിയേഷൻ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആ ലൈബ്രറി വെച്ചാണ് ആവോഷാനും മാർക്കും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ആ ലൈബ്രറിയിൽ ഇല്ലാത്ത അതീവ വിശിഷ്ടങ്ങളായ പുസ്തകങ്ങളാണ് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ അകത്തുള്ള ആ സ്ക്രിപ്ചർ ലൈബ്രറിയിൽ ഉള്ളത്. ജിയാങ് ഹിക്ക് ആ കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ജിയാങ് ഹിയും പൗലിൻ മാസ്റ്ററും ആ കാര്യങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞതും മാർക്ക് ഫെല്ലർ അവരുടെ യാത്ര പറഞ്ഞിട്ട് ന്യൂ സെറസ്റ്റിലേക്ക് തിരിച്ചു. ന്യൂ സെറസ്റ്റിൽ എത്തിച്ചേർന്ന മാർക്ക് ഫെല്ലർ ഷിയ ഹാങ്ങിനെ വിളിച്ചു. ഷിയ, ഞാൻ നിങ്ങളുടെ ഓഫീസിനടുത്തുള്ള ഹോട്ടലിലുണ്ട്. റൂം നമ്പർ 108 ഞാൻ ഉള്ളത്. അങ്ങോട്ട് വാ. മാർക്ക് ഫെല്ലർ പറഞ്ഞത് കേട്ടതും ഷിയ ഹാങ് അതിവേഗം ആ ഹോട്ടലിലെത്തി. മാർക്കിനെ കണ്ട ആ നിമിഷത്തിൽ ഷിയ ഹാങ് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, എന്താ പെട്ടെന്ന് വിളിച്ചത്? ഷിയ, എനിക്ക് ആ സ്ക്രിപ്ചർ ലൈബ്രറിയിൽ ഒന്ന് കയറണം. മാർക്ക്, നീ എന്തായി പറയുന്നത്? നീ എന്നെ കൊല കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ അവിടെ കയറാൻ പറ്റത്തില്ല. എനിക്ക് പോലും അവിടെ കയറാൻ അനുവാദമില്ല.
ഏയ് ഷിയ, എനിക്ക് അവിടെ കയറിയേ പറ്റൂ. അവിടെ കയറി ചില കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കണം. മാർക്ക്, നിന്റെ ആവശ്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ എങ്ങനെ? ഷിയ ഹാങ് അങ്ങനെ ചോദിച്ചതും മാർക്ക് ഷിയ ഹാങ്ങിനോട് പറഞ്ഞു, ഷിയ ഹാങ്, നമ്മുടെ അക്കാഡമിയിലെ പിള്ളേരെ മുഴുവൻ അവിടേക്ക് കൊണ്ടുപോകാൻ ഒരു പരിപാടി ഇട്ടാലോ? മാർക്ക് ഫെല്ലറുടെ ആ ചോദ്യത്തിൽ ഒരു യുക്തി ഉണ്ടെന്ന് അത് കേട്ടപ്പോൾ ഷിയ ഹാങ്ങിന് മനസ്സിലായി. മാർക്ക്, അതൊരു ഐഡിയ ആണ്. അവർ കൂട്ടായിട്ട് ആ സ്ക്രിപ്ചർ ലൈബ്രറി പോകാനുള്ള ഒരു ആവശ്യം ഉന്നയിച്ചാൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഷിയ ഹാങ് ആ കാര്യം സമ്മതിച്ചതും മാർക്ക് ഷിയോട് പറഞ്ഞു, ഓക്കെ ഷിയ, ആ ആവശ്യം ഉന്നയിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. മാർക്കിനോട് യാത്ര പറഞ്ഞിട്ട് ഷിയ ഹാങ് അവിടെ നിന്ന് പോയതും മാർക്ക് അവിടെ നിന്ന് റൂം വെക്കേറ്റ് ചെയ്ത് നേരെ മാർഷൽ ആർട്സ് അക്കാഡമിയിലെത്തി. എമിലി ബ്ലാക്കിനെ ആ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോയതിനു ശേഷം മാർക്ക് ഫെല്ലർ ആ അക്കാഡമിയിൽ ഒരിക്കൽ കൂടി വന്നിരുന്നു. അന്ന് പക്ഷേ രാത്രിയായിരുന്നു. ആ രാത്രിയിൽ ആരുടെ ശ്രദ്ധയപ്പെടാതെയാണ് മാർക്ക് ഫെല്ലർ ബ്ലാക്കിയുടെ മുറിയിലെത്തിയത്. ഇപ്പൊ ഇതാ പകൽ സമയത്ത് മാർക്ക് ഫെല്ലർ അക്കാഡമിയിലേക്ക് കടന്നു വരികയാണ്. അക്കാഡമിയിലേക്ക് കടന്നു വരുന്ന മാർക്ക് ഫെല്ലറെ ശരിക്കും അമ്പരപ്പോടെയാണ് അവിടെയുള്ള ആളുകൾ കാണുന്നത്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ മിസ്റ്റിക് വേൾഡിനകത്ത് തടവിലാക്കപ്പെട്ടിരുന്ന എമിലി ബ്ലാക്കിനെ രക്ഷിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയ വ്യക്തിയായിട്ടല്ല ഇപ്പോൾ മാർക്ക് ഫെല്ലറെ ആളുകൾ കാണുന്നത്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ എല്ലാമായിരുന്ന ഗ്രാനി ക്വിന്നിനെ കൊലപ്പെടുത്തിയ വ്യക്തിയാണ് മാർക്ക് ഫെല്ലർ. ഗ്രാനി ക്വിൻ അതിശക്തിയാണ്. ആ അതിശക്തിയായ ഗ്രാനി ക്വിന്നിനെ നിഷ്പ്രയാസം വകവരുത്തിയ മാർക്ക് ഫെല്ലർ എന്നിട്ട് ഇതാ അതേ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിലേക്ക് കടന്നു വരുന്നു. മാർക്കിനെ കണ്ടപ്പോൾ പല ആളുകളും ആദ്യം ഒന്ന് പുറകോട്ട് മാറി. മാർക്കുമായി അവർക്കൊരു അടുപ്പമുണ്ടെന്ന് ഒരു ധാരണ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ ആളുകൾക്ക് ഉണ്ടായാൽ അത് ചിലപ്പോൾ അവർക്ക് ദോഷം ചെയ്യുമെന്നുള്ളൊരു ഫീല് പലർക്കുമുണ്ട്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഷുവാങ് ചെങ് മാർക്കിനടുത്തേക്ക് ഓടി വന്നു. ശരിക്കും ചിരിച്ചുകൊണ്ടാണ് ഷോങ് ഓടി വരുന്നത്. മാർക്ക്, നീ ശരിക്കും എന്നെ അതിശയപ്പെടുത്തിയിരിക്കുകയാണ്. മാർക്ക്, കൺഗ്രാജുലേഷൻ. മാർക്ക്, ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഗ്രാനി ക്വിൻ നിന്റെ കൈകൊണ്ട് അവസാനിക്കുമെന്ന്. ഷുവാങ്, ഞാനല്ല അവരെ കൊന്നത്. മാർക്ക് അങ്ങനെ പറയുമ്പോഴേക്കും ചു സഹോദരന്മാരും മാർക്കിന്റെ അടുത്തേക്ക് വന്നു. അവരും വലിയ ആവേശത്തിലാണ്. ചു ഹെഡ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ ഈ വളർച്ച ശരിക്കും ഞങ്ങളെ വല്ലാതെ അതിശയപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് ശരിക്കും സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ ചു ഹെഡ് പറയുമ്പോഴേക്കും യാവോമെങ്ങും ഓടിയെത്തി. യാവോമെങ്ങിന്റെ മുഖത്ത് ശരിക്കും സന്തോഷം നിറഞ്ഞു നിൽക്കുകയാണ്. യാവോ ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ എമിലിയെ കൊണ്ടുപോയി എന്ന് പറഞ്ഞത് ശരിയാണോ? അതെ യാവോ, ഞാൻ എമിലിയെ കൊണ്ടുപോയായിരുന്നു. മാർക്ക്, ഇപ്പോൾ എമിലിക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അങ്ങനെ മാർക്ക് യാവോമെങ്ങിനോട് പറഞ്ഞതും ഷുവാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമുക്ക് ഡൈനിങ് റൂമിലേക്ക് പോയാലോ? ഇന്ന് ഞങ്ങളുടെ വക ഒരു ട്രീറ്റ് ഉണ്ട്. മാർക്കിനെ ട്രീറ്റ് ചെയ്യാൻ ഷുവാങ് താല്പര്യം കാണിച്ചതും മാർക്ക് സമ്മതിച്ചു. ഷുവാങ്ങും ചു സഹോദരന്മാരും യാവോമെങ്ങും മാർക്കിനൊപ്പം ആ ഡൈനിങ് ഹാളിലേക്ക് നടന്നു. അക്കാഡമിയിൽ വളരെ വിശാലമായ ഒരു ഡൈനിങ് ഹാളാണ് ഉള്ളത്. ആ ഡൈനിങ് ഹാളിൽ മാർക്ക് ഫെല്ലർ എത്തുമ്പോൾ അവിടെ നിറയെ ആളുകളുണ്ട്. സകലരും മാർക്കിനെ കണ്ടതും എണീറ്റ് നിന്ന് കൈയടിക്കുകയാണ്. ന്യൂ സെലസ്റ്ററിലെ ആ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുടെ പ്രതിനിധികളായ അവരെല്ലാവരും മാർക്കിനെ ഇപ്പൊ അവരിൽ ഒരാളായി അംഗീകരിച്ച ഒരു ഫീലാണ് ആ കൈയടി കണ്ടപ്പോൾ മാർക്കിന് തോന്നിയത്. അവരെക്കാൾ ശക്തരായ ആരെങ്കിലും ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവര് ആ ശക്തർക്കൊപ്പം ചേരുന്ന ഒരു സ്വഭാവം ഈ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങൾക്കുണ്ട്. അതാണ് മാർക്ക് അവിടെ കാണുന്നത്. മാർക്ക് ചിരിച്ചുകൊണ്ട് യാവോമെങ്ങിന്റെ അടുത്തുള്ള കസേരയിലിരുന്നു. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അവർക്ക് എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ മാർക്കിനോട് ചോദിക്കാനുണ്ട്. മാർക്ക് എങ്ങനെയാണ് ഇത്ര ശക്തി നേടിയത്? ഗ്രാനി ക്വിന്നിനെ എങ്ങനെയാണ് വകവരുത്തിയത്? ഗ്രാനി ക്വിന്നിനെ താനല്ല വകവരുത്തിയെന്ന് മാർക്ക് പറഞ്ഞപ്പോൾ പലരും ഒന്ന് ചിരിച്ചു. മാർക്കിന്റെ വിനയം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കാൻ മാർക്കിന് താല്പര്യമില്ല എന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ടാണ് അവർ ആ ശൈലി ഡയലോഗ് പറഞ്ഞത്. അവരോടൊന്നും സത്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് മാർക്കിന് അത് കേട്ടപ്പോൾ മനസ്സിലായി. അവര് മാർക്ക് എന്ത് പറഞ്ഞാലും മാർക്കാണ് ഗ്രാനി ക്വിന്നിനെ അവസാനിപ്പിച്ചെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. ബ്ലാക്കിയെ മാർക്ക് പരാജയപ്പെടുത്തുന്നത് അവരെല്ലാം അവരെ കണ്ണുകൊണ്ട് കണ്ടതുമാണ്. അവരങ്ങനെ സംസാരിക്കുമ്പോൾ മാർക്ക് അവരോട് ചോദിച്ചു, അല്ല, ഞാന് ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് നിങ്ങൾ ആരൊക്കെയാണ്
സ്ക്രിപ്ചർ ലൈബ്രറിയിൽ പോയത്? മാർക്ക് ഇങ്ങനെ ചോദിച്ചപ്പോൾ പലരും കൈയൊക്കെ ഉയർത്തി. നിങ്ങൾക്ക് ആ സ്ക്രിപ്ചർ ലൈബ്രറിയിൽ പോയതിനെ കുറിച്ചോ എന്താ അഭിപ്രായം? അതിന് മറുപടി പറഞ്ഞത് യാവോ മെങ്ങാണ്. ഹേയ് മാർക്ക് ഫെല്ലർ, എന്ത് ചോദ്യമായി ചോദിക്കുന്നത്? സ്ക്രിപ്ചർ ലൈബ്രറി ശരിക്കും ഒരു അസാധ്യ സംഭവമല്ലേ? ശരിക്കും ഞങ്ങൾക്ക് അവിടെ ചെലവഴിക്കാൻ കുറച്ച് സമയമേ കിട്ടിയുള്ളൂ. ഞങ്ങൾ എല്ലാവരും വീണ്ടും ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. യാവോ മെങ് അങ്ങനെ പറഞ്ഞതും ചൂ ഹെഡും ഉറക്കെ പറഞ്ഞു, അതെ അതെ, വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് എന്ത് പഠിക്കാനാ? ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ ഓപ്പണായി പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. അവിടെ എല്ലാ റിസോഴ്സസും എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുമെന്നാണ് അവർ ഓപ്പണായി പറഞ്ഞത്. ആ റിസോഴ്സസുകളിൽ ഒന്നാണ് അവരുടെ ആ അസോസിയേഷനകത്തുള്ള സ്ക്രിപ്ചർ ലൈബ്രറി. ശരിക്കും ഒരു രഹസ്യ സങ്കേതമായി ജിങ്ദു മാർഷൽ അസോസിയേഷൻ ഉപയോഗിച്ചിരുന്ന ആ ലൈബ്രറിയിലേക്കാണ് പൊതുജനങ്ങൾക്ക് ഇപ്പോൾ പ്രവേശനം കൊടുത്തിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് എന്ന് പറയുമ്പോഴും അക്കാഡമിയിൽ പഠിക്കാൻ വരുന്നവർക്ക് മാത്രമായ പ്രവേശനം ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ അക്കാഡമിയിൽ പഠിക്കുന്നവർക്കാണ് പ്രവേശനം എന്ന് പറയുമ്പോഴും അവരുടെ പ്രവേശനം വളരെ ചുരുക്ക സമയത്തേക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. മാർക്ക് യാവോ ഇങ്ങനോട് ചോദിച്ചു, അല്ല യാവോക്ക് എത്ര തവണ അവിടെ പോകാൻ പറ്റി? മാർക്ക്, ഞാൻ ആകെ 3 തവണയെ പോയത്. അതിൽ ആദ്യത്തെ തവണ അച്ഛനൊപ്പമാണ്. അന്ന് എനിക്ക് 5-6 വയസ്സാ പ്രായം. ഈ കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ ആകെ 3 തവണ മാത്രമാണ് യാവോ മെങ്ങിന് അവിടെ പോകാൻ പറ്റിയത്. അത് കേട്ടതും ചൂ ഹെങ് യാവോട് പറഞ്ഞു, അപ്പോ ആ ജിന്യാവോ തന്നെയാണ് ഭാഗ്യവാൻ. അവൻ അതിനകത്ത് തന്നെയാണ് ചെലവഴിക്കുന്നത്. അവൻ എന്തുമാത്രം സമയമാണ് അതിനകത്ത് ചെലവഴിക്കുന്നത്. ചൂ യാങ് അങ്ങനെ പറഞ്ഞതും അതുവരെ നിശബ്ദനായിരുന്ന കോങ് യാനിക്ക് പറഞ്ഞു, അതെ, അത് ശരിയാണല്ലോ. നമ്മളുമായി കമ്പയർ ചെയ്യുമ്പോൾ ജിന്യാവോയ്ക്ക് മാത്രം എന്താ ഒരു പ്രത്യേകത? അവന് മാത്രം എന്തിനാ ആ സ്ക്രിപ്ചർ ലൈബ്രറി അങ്ങനെ തുറന്നു കൊടുക്കുന്നത്? ജിന്യാവോ ബ്ലാക്കുമായി എത്രയോ കാലങ്ങളായി മത്സരത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഈ കോങ് യാനിക്. കോങ് യാനിക്കിന് ലഭിക്കാത്ത ഒരു സൗകര്യം ജിന്യാവോയ്ക്ക് ഈ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ കൊടുക്കുന്നുണ്ട്. അതിലൊന്ന് ഈ സ്ക്രിപ്ചർ ലൈബ്രറിക്കുള്ള പ്രവേശനമാണ്. ഏത് സമയത്ത് വേണമെങ്കിലും എത്ര സമയം വേണമെങ്കിലും ജിന്യാവോയ്ക്ക് ആ ലൈബ്രറി കയറാനും അവിടെയുള്ള സാധനങ്ങൾ നോക്കാനും അവ ഉപയോഗിക്കാനും അനുവാദമുണ്ട്. ബാക്കി ആർക്കും ആ അനുവാദമില്ല. ശരിക്കും ഒരു ഇരട്ടത്തപ്പ് അവിടെ ഉണ്ടെന്നർത്ഥം. മാർക്കിന്റെ അടുത്തിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇപ്പോ ശരിക്കും മിസ്സായിരിക്കുന്നത് ജിന്യാവോയാണ്. ജിന്യാവോയുടെ അസാന്നിധ്യത്തിൽ ജിന്യാവോയ്ക്ക് ലഭിക്കുന്ന ആ പ്രത്യേക പരിഗണനയെക്കുറിച്ച് എല്ലാവരും പറഞ്ഞതും മാർക്ക് ഫെല്ലർ അവരോട് ചോദിച്ചു, അല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനിയും ആ സ്ക്രിപ്ചർ ലൈബ്രറി പോയാൽ കൊള്ളാമെന്നുണ്ടോ? മാർക്ക് എന്ത് ചോദ്യമായി ചോദിക്കുന്നത്? ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ ഒറ്റ കാര്യമാണ്. യാവോ മെങ് ഉറപ്പിച്ചങ്ങനെ പറഞ്ഞതും ചൂ ഹെഡും ചൂ ഹെങ്ങും യുവാൻ ഷോയും ഒക്കെ അത് ആവർത്തിക്കുകയാണ്. യുവാൻ ഷോ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ സ്ക്രിപ്ചർ ലൈബ്രറിയിലേക്ക് പോകാൻ ഒരു അവസരം കിട്ടിയാൽ ആരാ വേണ്ടെന്ന് വെക്കുക? സകലരും അങ്ങനെ പറഞ്ഞതും മാർക്ക് അവരോട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ മിസ്റ്റർ ഷിയ ഹാങ്ങിനെ കണ്ട് കാര്യം ഉന്നയിക്കാത്തത്? മാർക്ക് എന്താ പറഞ്ഞേ? പ്രസിഡന്റ് ഷിയ ഹാങ്ങിനെ കണ്ട് കാര്യം ഉന്നയിക്കാനോ? നമ്മൾ പറഞ്ഞാൽ ഷിയ ഹാങ് സമ്മതിക്കൂ? ആനയ്ക്ക് ആനയുടെ ബലം അറിയില്ലെന്ന് പറയുമ്പോൾ ആയിപ്പോലും നിങ്ങളുടെ കാര്യം. നിങ്ങളൊക്കെ ആരാ? നിങ്ങളെല്ലാം ഈ ന്യൂ സെമസ്റ്ററിലെ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ്, യങ് മാസ്റ്റേഴ്സാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വിലയുണ്ട്. നിങ്ങളെല്ലാവരും കൂട്ടായിട്ട് ഷിയ ഹാങ്ങിനോട് ഒരു ആവശ്യം ഉന്നയിച്ചാൽ അത് പറ്റില്ലെന്ന് പറയാൻ ഷിയ ഹാങ്ങിന് പറ്റൂ? മാർക്ക് ഫെല്ലർ ആ ചോദ്യം ചോദിച്ചതും സഹലിന്റെ മുഖത്ത് ഒരു പ്രതീക്ഷ ഉണ്ടായി. യുവാൻ ഷോ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നമ്മൾ കൂട്ടായിട്ട് ചെന്ന് ഷിയ ഹാങ്ങിനോട് ആവശ്യം ഉന്നയിച്ചാൽ ഷിയ ഹാങ് സമ്മതിക്കുമെന്നാണോ മാർക്ക് പറയുന്നത്? യുവാൻ ഷോ, എനിക്ക് ഉറപ്പാണ് നിങ്ങളെപ്പോലുള്ള ആളുകളെ തള്ളിക്കളയാൻ ഷിയ ഹാങ്ങിന് പറ്റില്ല. നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരു ആവശ്യം ഉന്നയിച്ചാൽ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ എങ്ങനെയാ അത് പറ്റില്ലെന്ന് പറയുക? അത് മാത്രമല്ല, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമുക്കിവിടേക്ക് പ്രവേശനം നൽകുമ്പോൾ അവര് നമുക്ക് നൽകിയ വാക്കും അതാണ്. നമുക്ക് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ റിസോഴ്സസ് ഉപയോഗിക്കാൻ അവസരം തരുമെന്ന് അവർ നമ്മളോട് പറഞ്ഞത്. മാർക്ക് ഫെല്ലർ അവരോട് അങ്ങനെ സംസാരിച്ചപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു ആവേശമായി. അവസാനം ആ എൻ്റെ ടീമും അവിടുന്ന് ഒന്നിച്ച് പുറത്തേക്കിറങ്ങി. അക്കാഡമിയിൽ നിന്ന് കുറച്ച് നടന്നാൽ മാത്രമേ അസോസിയേഷനിലെത്തൂ. അവർ അസോസിയേഷൻ ഓഫീസിലെത്തി നേരെ ഷിയ ഹാങ്ങിന്റെ മുറിയിലേക്ക് വന്നു. അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആ യങ്സ്റ്റേഴ്സ് എല്ലാം കൂടി ഷിയ ഹാങ്ങിന്റെ മുറിയിലേക്ക് വന്നപ്പോൾ ഷിയ ഹാങ്ങിന്റെ ഉള്ളിൽ ശരിക്കൊരു സന്തോഷം അങ്ങനെ അലയടിക്കുകയാണ്. ഷിയ ഹാങ് മാർക്ക് ഫെല്ലറെ ഒന്ന് ഒളികണ്ടിട്ട് നോക്കി. അതിനുശേഷം ഷിയ ഹാങ്
മുന്നിൽ നിൽക്കുന്ന ആളോട് ചോദിച്ചു, അല്ല എന്താ നിങ്ങൾ എല്ലാം കൂടി ഇങ്ങോട്ട് വന്നേ? പ്രസിഡന്റ് ഷിയ, ഞങ്ങൾക്ക് ആ സ്ക്രിപ്ചർ ലൈബ്രറിയിൽ ഒരിക്കൽ കൂടി പോകണം. ഹേയ്, നിങ്ങൾ എന്തായി ചോദിക്കുന്നത്? സ്ക്രിപ്ചർ ലൈബ്രറിയിൽ അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെ ഷിയ ഹാങ് പറഞ്ഞതും യുവാൻ ഷോ ഷിയ ഹാങ്ങിനോട് ചോദിച്ചു, അതെന്താ പ്രസിഡന്റ് അങ്ങനെ പറയുന്നത്? ഞങ്ങൾക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇല്ലേ? ഞങ്ങൾ അവിടെ കൊണ്ടുപോകാമെന്നല്ലേ നിങ്ങൾ നേരത്തെ പറഞ്ഞത്? ഇപ്പൊ എന്താ അതിൽ നിന്ന് പിന്മാറുന്നത്? ഏയ് യുവാൻ ഷോ, ഞാൻ പിന്മാറുന്നതല്ല. അവിടേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിന് അനുവാദം വേണ്ടേ? അവിടേക്ക് നിങ്ങളെ കൊണ്ടുപോകാനുള്ള അധികാരം എനിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഏയ് മിസ്റ്റർ ഷിയ ഹാങ്, നിങ്ങൾ എന്തായി പറയുന്നത്? ഇപ്പൊ ഈ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിലെ സകല തീരുമാനങ്ങളും എടുക്കുന്നത് നിങ്ങളല്ലേ? ഗ്രാനിക്കുൻ ഇപ്പൊ ഇല്ലല്ലോ. ഗ്രാനിക്കുന്റെ അധികാരവും ഇപ്പൊ നിങ്ങളുടെ കയ്യിലല്ലേ? യാവോ മെങ്ങാണ് അങ്ങനെ ചോദിച്ചത്. യാവോ മെങ്ങിന്റെ ആ ചോദ്യം കേട്ടതും ഷിയ ഹാങ് ഒരു നിമിഷം നിശബ്ദനായി അല്പനേരം അവരെ നോക്കി നിന്നിട്ട് അവരോട് പറഞ്ഞു, മിസ് യാവോ ചോദിച്ചത് ശരിയാണ്. ഇപ്പോ ഗ്രാനിക്കുന് ഇല്ല എന്ന് പറയുമ്പോൾ ഗ്രാനിക്കുന് ഉപയോഗിച്ചിരുന്ന അധികാരം എനിക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അല്ലേ? അതേ പ്രശ്നം ഷിയ ഹാങ്, നിങ്ങൾ ഇപ്പൊ പറഞ്ഞാണ് ശരി. അങ്ങനെ എല്ലാവരും കൂടി ഷിയ ഹാങ്ങിനോട് പറഞ്ഞതും ഷിയ ഹാങ് അവരോട് പറഞ്ഞു, ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. നാളെ രാവിലെ 8 മണിക്ക് നിങ്ങൾ റെഡിയായി നിൽക്കുക. നിങ്ങളെ ഞാൻ സ്ക്രിപ്ചർ ലൈബ്രറി കൊണ്ടുപോകാം. ഷിയ ഹാങ്ങിനോട് യാത്ര പറഞ്ഞ് പുറത്തിറങ്ങിയ ആ കുട്ടികൾ ഒന്നടങ്കം മാർക്ക് ഫെൽറിങ് വളഞ്ഞു. മാർക്ക് പറഞ്ഞപ്പോൾ ഞങ്ങൾ ശരിക്കും വിശ്വസിച്ചില്ലായിരുന്നു. ഇപ്പോഴാ ഒരു ആശ്വാസമായത്. മാർക്ക് അവരോട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ശക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ നിങ്ങൾ അരിസ്റ്റോക്രാറ്റിക് കുടുംബക്കാരെ എത്രത്തോളം ബഹുമാനിക്കുന്നുണ്ടെന്ന്? മാർക്ക് അവരുടെ ആ ഈഗോയെ ഒന്ന് വളർത്തിയെടുക്കുകയാണ്. പിറ്റേന്ന് രാവിലെ 8 മണി സകല ആളുകളും റെഡിയായി നിൽക്കുമ്പോൾ മാർക്ക് ഇവിടെ എത്തി. മാർക്ക് വളരെ കണ്ടതും ഷിയ ഹാങ് എല്ലാവരോടും പറഞ്ഞു, എല്ലാവരും എത്തിയല്ലോ, നമുക്കിനി അകത്തേക്ക് ചെല്ലാം. ആ ടീമിനെ നയിച്ചുകൊണ്ട് ഷിയ ഹാങ് അക്കാഡമിയിൽ നിന്ന് നേരെ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ആ മെയിൻ ഹാളിലെത്തി. ആ മെയിൻ ഹാളിൽ നിന്ന് ചെറിയ ഇടനാഴി വഴി അവരെത്തിയത് ഒരു ചെറിയ ഹാളിലേക്കാണ്. ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് മുതലാണ് ശരിക്കും അവിടെ ഒരു റെസ്ട്രിക്ഷൻ ആരംഭിക്കുന്നത്. സാധാരണഗതിയിൽ ഷിയ ഹാങ് അതുവരെ മാത്രമേ യാത്ര ചെയ്യൂ. അതിനപ്പുറത്തേക്ക് യാത്ര ചെയ്യാനുള്ള അധികാരം ഗ്രാനിക്കുന് മാത്രമാണ് ഉള്ളത്. ഷിയ ഹാങ് ഗ്രാനിക്കുനോട് യാത്ര പറയുന്നത് എപ്പോഴും അവിടെ വെച്ചിട്ടാണ്. ഗ്രാനിക്കുൻ മാത്രം യാത്ര ചെയ്യുന്ന ആ വഴിയിലേക്ക് ഷിയ ഹാങ് പതുക്കെ നടന്നു തുടങ്ങി. ഷിയ ഹാങ്ങിനെ ഫോളോ ചെയ്ത് ആ കുട്ടികൾ വരികയാണ്. ആ കുട്ടികൾ നേരത്തെ ഒരു തവണ ഈ അക്കാഡമിയിൽ ക്ലാസ് തുടങ്ങിയതിന് ശേഷം ഗ്രാനിക്കുനൊപ്പം അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കൊക്കെ വഴിയറിയാം. ആ ടീം ഷിയ ഹാങ്ങിനെ ഫോളോ ചെയ്ത് ഒരു ഗേറ്റിന് സമീപമെത്തി. ആ ഗേറ്റിനകത്തായി 4 നിലകളിലുള്ള ഒരു കൂറ്റൻ ബിൽഡിംഗ് ഉണ്ട്. അവര് ആ ഗേറ്റ് തുറന്ന് ആ ടീം അകത്തേക്ക് കടക്കുകയാണ്. ആ ടീമിനെ നയിച്ചുകൊണ്ട് ഷിയ ഹാങ് ആ 4 നില ബിൽഡിങ്ങിന്റെ മുന്നിൽ എത്തിയതും ഷിയ ഹാങ് അയാളുടെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു സീല് പോലെ സാധനം പുറത്തെടുത്തു. ശരിക്കും ഒരു സീല് പോലെ ഇരിക്കുന്ന കാർഡാണ്. ആ കാർഡ് പുറത്തെടുത്ത ഷിയ ഹാങ് ആ വാതിൽ നേരെ ആ കാർഡ് പിടിച്ചതും ആ കാർഡ് ഒന്ന് തിളങ്ങി. പക്ഷെ ആ നിമിഷത്തിൽ ഉറക്കെ ഒരു ശബ്ദം, ഏയ് ഷിയ ഹാങ്, നിങ്ങളെന്തായി ചെയ്യുന്നത്? ശബ്ദം കേട്ട് ആളുകൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനും അയാൾക്കൊപ്പം 3 പ്രായമുള്ള ആളുകളും അവിടേക്ക് വരുന്നതാണ് അവർ കണ്ടത്. അവർക്ക് ആർക്കും ഒരു പരിചയമില്ലാത്ത ഒരു 4 സംഘം. ആ 4 സംഘം ഷിയ ഹാങ്ങിന്റെ അടുത്തെത്തിയതും ആ സംഘത്തെ നയിക്കുന്ന ചെറുപ്പക്കാരൻ ഷിയ ഹാങ്ങിന്റെ മുന്നിൽ കയറി നിന്ന് ഷിയ ഹാങ്ങിനോട് ചോദിച്ചു, ഏയ് ഷിയ ഹാങ്, എന്താ ഈ കാണിക്കുന്നത്? ഷിയ ഹാങ്ങിനോടുള്ള ആ ചെറുപ്പക്കാരന്റെ ചോദ്യം കേട്ടതും ഷിയ ഹാങ് അമ്പരപ്പോടെ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, അല്ല നിങ്ങളാരാ? ഞാൻ ഗൂഷിങ്, ഞാൻ മിസ്റ്റിക് വേൾഡിലെ മാസ്റ്ററുടെ മകനാണ്. മിസ്റ്റിക് വേൾഡിലെ മാസ്റ്ററുടെ മകനാണ് തന്നെ തടഞ്ഞെന്ന് കേട്ടതും ഷിയ ഹാങ് അയാളെ ഒന്ന് തൊഴുതു. ഇക്ബാൽ സർ, അങ്ങെന്താ ഇവിടെ? ഷിയ ഹാങ്, ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ ഇവരെയൊക്കെ ഇവിടെ കൊണ്ടുവന്നത്? മാസ്റ്റർ, ജിങ്ദു മാർഷൽ ആർട്സിന്റെ അക്കാഡമിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളാണ് ഇവർ. ഇവരെ ഈ സ്ക്രിപ്ചർ ലൈബ്രറി കാണിക്കാമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. ഷിയ ഹാങ്, സ്ക്രിപ്ചർ ലൈബ്രറിയിൽ ആളുകളെ കൊണ്ടുവരുവാനുള്ള അനുവാദം എപ്പോഴാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഗൂഷിങ്ങിന്റെ ആ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. ആ ചോദ്യം കേട്ടതും ഷിയ ഹാങ് ലേശം ഒന്ന് പതറി. ഷിയ ഹാങ് ഗൂഷിങ്ങിനോട് പറഞ്ഞു, അല്ല ഇപ്പൊ ഗ്രാനിക്കുൻ ഇല്ലല്ലോ, അപ്പൊ പിന്നെ ഞാനല്ലേ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്? ഷിയ ഹാങ്, ഗ്രാനിക്കുൻ ഇല്ലെങ്കിൽ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ആരാ നിങ്ങളോട് പറഞ്ഞത്? ആരാ അതിനുള്ള അധികാരം നിങ്ങൾക്ക് നൽകിയത്? ഷിയ ഹാങ്ങിനോട് ആ ചെറുപ്പക്കാരൻ അങ്ങനെ ചോദിച്ചതും
ഷിയ ഹാങ്ങിന്റെ പുറകിൽ നിൽക്കുന്ന ആ ജിങ്ദു മാർഷൽസ് അക്കാഡമിയിലെ സകല ആളുകൾക്കും വല്ലാത്തൊരു അമ്പരപ്പ് ഫീൽ ചെയ്യാണ്. ഷിയ ഹാങ് ആ ജിങ്ദു മാർഷൽസ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റായി ഒത്തിരി കാലം വർക്ക് ചെയ്ത ആളാണ്. അവരുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ആളാണ്. അവരൊക്കെ ധാരാളം പാർട്ടികൾ നടത്തുമ്പോൾ ഷിയ ഹാങ് ആ പാർട്ടിയിലേക്ക് പങ്കെടുക്കുന്ന ആളുമാണ്. ആ ഷിയ ഹാങ്ങിനെയാണ് യഥാർത്ഥത്തിൽ അവരെല്ലാം ജിങ്ദു മാർഷൽസ് അസോസിയേഷനായി കണ്ടിട്ടുള്ളത്. ആ ഷിയ ഹാങ് ഇപ്പോ അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയാണ്. ആ പ്രസിഡന്റിന് ഒരു വിലയും കൊടുക്കാതെ ഇതാ ഒരു ചെറുപ്പക്കാരൻ സംസാരിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ ആരാണ് എന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടും അതങ്ങോട്ട് അക്കാഡമിയിലെ പിള്ളേർക്ക് ദഹിച്ചിട്ടില്ല. ഒരാൾ പെട്ടെന്ന് ആ ചെറുപ്പക്കാരോട് ചോദിച്ചു, ഏയ് നിങ്ങൾ എന്തിനാ മിസ്റ്റർ ഷിയ ഹാങ്ങിന് വഴക്ക് പറയുന്നത്? ആ ആൾക്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായതും ഗൂഷിങ് ആ ആൾക്കൂട്ടത്തെയും ഷിയ ഹാങ്ങിനെയും ഒന്ന് നോക്കിയിട്ട് ഷിയ ഹാങ്ങിനോട് പറഞ്ഞു, ഈ നിമിഷം ഇവരെല്ലാം ഇവിടുന്ന് വിളിച്ച് പുറത്തു കൊണ്ടുപോകണം. ഇസ് എൻ ഓർഡർ. എന്താ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങൾ പുറത്തു പോകണമെന്നോ? ആൾക്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ആ ചോദ്യം ഉണ്ടായതും ഗൂഷിങ് അവർക്ക് നേരെ തിരിഞ്ഞിട്ട് അവരോട് പറഞ്ഞു, അതെ, ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. ഈ നിമിഷം നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പുറത്തേക്ക് പോകണം. ആ ചെറുപ്പക്കാരൻ വീണ്ടും അത് പറഞ്ഞതും അതുവരെ നിശബ്ദനായിരുന്ന കോങ് യാനിക് ഗൂഷിങ്ങിനോട് ചോദിച്ചു, ഇതൊക്കെ പറയാൻ താൻ ആരുവാ? ഗൂഷിങ്ങിനോട് അങ്ങനെ ഒരു ചോദ്യം കോങ് യാനിക്ക് ചോദിച്ചതും ഗൂഷിങ് കോങ് യാനിക്കിന് നേരെ തിരിഞ്ഞു. താൻ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിയില്ലേ? ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഞാനാണ്. ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നടപ്പിലാക്കാനുള്ള ജോലി മാത്രമേ ഷിയ ഹാങ്ങിനുള്ളൂ. ഷിയ ഹാങ് ആണ് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തത്. ഷിയ ഹാങ് ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്റെ അനുവാദം വാങ്ങിയിട്ടുമില്ല. ഇപ്പോ ഞാൻ പറയുന്നു നിങ്ങൾ എല്ലാവരും പുറത്തു പോകണമെന്ന്. ഇനി എന്തെങ്കിലും വിശദീകരണം വേണോ? ആ ചെറുപ്പക്കാരൻ വീണ്ടും വളരെ വിശദമായി ആ ഡയലോഗ് പറഞ്ഞതും കോങ് യാനിക് ആ ആൾക്കൂട്ടത്തിനെ വകഞ്ഞു മാറ്റി മുന്നിലേക്ക് വന്നു. നീ അധികം സംസാരിക്കണ്ട. ഇവിടെ ഈ സ്ക്രിപ്ചർ ലൈബ്രറി കാണാൻ ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് കാണുക തന്നെ ചെയ്യും. ഞങ്ങളെ തടുക്കാനുള്ള ധൈര്യം നിനക്കുണ്ടോ? കോങ് യാനിക് അങ്ങനെ ചോദിച്ച ആ നിമിഷം തന്നെ കോങ് യാനിക്കിന്റെ ബോഡിക്ക് ചുറ്റുമായി ഒരു പ്രകാശം ഉണ്ടായി വരികയാണ്. അവൻ അവന്റെ ഇന്റേണൽ എനർജി ഒന്ന് റിലീസ് ചെയ്ത് എതിരാളിയെ വിരട്ടാനുള്ള ശ്രമത്തിലാണ്. അത് കണ്ടത് ഗൂഷിങ് ഒന്ന് പുഞ്ചിരിച്ചു. ചെറുപ്പക്കാരാ, നീ എന്ത് ചെയ്യാനാ പോകുന്നത്? അങ്ങനെ ഗൂഷിങ് ചോദിച്ചതും കോങ് യാനിക്ക് പറഞ്ഞു, നിനക്ക് നല്ല തല്ലിന്റെ കുറവുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് കോങ് യാനിക് അയാളുടെ ആ വലത് കൈയിലേക്ക് ഫുൾ പവറും കൊണ്ടുവന്നു. ശരിക്കും അയാളുടെ ഇന്റേണൽ എനർജി പൂർണ്ണമായും ഇപ്പൊ വിസിബിൾ ആണ്. അയാളുടെ ഒരു പീക്ക് ലെവൽ മാർക്വിസ് ആണെന്ന് ആ നിമിഷം ആ ഓറ വിളിച്ചു പറയുകയാണ്. ശക്തനായ കോങ് യാനിക് കൈ ഒന്ന് മുറുക്കി പിടിച്ചിട്ട് മുന്നിൽ നിൽക്കുന്ന ഗുവിനോടായി പറഞ്ഞു, സ്ഥലമിടാൻ നോക്ക്. അങ്ങനെ പറഞ്ഞതും എതിരാളിയായ ഗൂഷിങ് കോങ് യാനിക്കിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് കോങ് യാനിക്കിനോട് പറഞ്ഞു, നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്താൻ പോവുകയാണോ? അങ്ങനെ പറഞ്ഞിട്ട് ഗൂഷിങ് എല്ലാവരും ഒന്ന് നോക്കിയിട്ട് എല്ലാവരോടായി പറഞ്ഞു, ഈ നിമിഷം നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പുറത്തേക്ക് പോകണം. താൻ ഇത്ര ശക്തമായി ഇന്റേണൽ എനർജിയൊക്കെ പുറത്ത് പ്രസരിപ്പിച്ച് ഒരു പീക്ക് ലെവൽ മാർക്വിസ് ആണെന്ന കാഴ്ച കാണിച്ചിട്ടും എതിരാളി തന്നെ മൈൻഡ് ചെയ്യാത്തതിൽ ലേശം ഒരു അരിശം ആ നിമിഷത്തിൽ കോങ് യാനിക്കിന് തോന്നി. കോങ് യാനിക് ഒന്ന് അലറി, നീ എന്താ ആളെ പൊട്ടനാക്കിയാണോ? അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ അതിശക്തമായ ഒരു അച്ചയിടി, ഒരു പീക്ക് ലെവൽ മാർക്വിസിന്റെ പവർ എന്താണെന്ന് എതിരാളിയെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെയാണ് കോങ് യാനിക് ശക്തമായി ഇടിച്ചത്. കോങ് യാനിക് അതിശക്തമായി ഇടിച്ചതും ഗൂഷിങ് അയാളുടെ വലത് കൈ ഉയർത്തി ആ ഇടി ഒന്ന് തടുത്തു. ശരിക്കും അയാളൊന്ന് കൈ ഇങ്ങനെ ആക്കിയതേ ഉള്ളൂ. ഗൂഷിങ് വലത് കൈ കൊണ്ട് ആ ഇടി തടുത്തതും കോങ് യാനിക് അതിന്റെ റിഫ്ലക്ഷന്റെ ഫലമായി ഒരു 4 സ്റ്റെപ്പ് പുറകോട്ട് തെറിക്കപ്പെട്ടു. ശരിക്കും കോങ് യാനിക്കിനെ തള്ളി തെറിപ്പിച്ചു എന്ന് പറയാം. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. പൈറോയിൽ ഏറ്റവും ശക്തന്മാരിൽ ഒരാളാണല്ലോ ഈ കോങ് യാനിക്. കോങ് യാനിക്കിന് മുകളിൽ ഔദ്യോഗികമായിട്ട് എല്ലാവരും കാണുന്നത് ജിനിയാവുയെ മാത്രമാണ്. ഇപ്പോൾ മാർക്ക് ഫെല്ലർ കൂടി ഉണ്ട്. ഏതായാലും കോങ് യാനിക് ശക്തനാണ്. ആ കോങ് യാനിക്കിനെയാണ് ആ ചെറുപ്പക്കാരൻ കൈ കൊണ്ട് വെറുതെ ഒന്ന് തള്ളി പുറകോട്ട് തെറിപ്പിച്ചത്. കോങ് യാനിക് ഏതാനും സ്റ്റെപ്പ് പുറകോട്ട് മാറി ഒന്ന് സ്റ്റഡിയായതും അവൻ ഒന്നുകൂടെ അലറിക്കും, നീ എന്നെ തല്ലിയല്ലേ? അങ്ങനെ ചോദിച്ചുകൊണ്ട് കോങ് യാനിക് മുന്നോട്ട് കുതിക്കാൻ പോയതും ഷൂ ഹെഡ് അവന്റെ ഒരു കൈയിലേക്ക് പിടിച്ചു. ആ സമയത്ത് കോങ് യാനിക്കിന്റെ മറു കൈയിൽ പിടിച്ച ഷുവാങ് ടെങ് കോങ് യാനിക്കിനോട് പറഞ്ഞു, കോങ്, മിണ്ടതിരിക്കെ, നീ അവന്റെ തരമല്ല. അവൻ ശരിക്കും ശക്തനാണ്. ഇനി നീ അവനുമായിട്ട് ഉടക്കിയാൽ അവൻ നിന്നെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. കോങ് യാനിക്കിന്റെ ഇരു കൈകളിലും പിടിച്ച് സുഹൃത്തുക്കൾ അങ്ങനെ പറഞ്ഞപ്പോ
കോയാനിക് മനസ്സോടെ ഒന്ന് നിശബ്ദനായി. ഈ സമയത്ത് അവിടെ ഏതാണ്ട് പൂർണ്ണ നിശബ്ദമാവുകയാണ്. ശരിക്കും വലിയ സന്തോഷത്തോടുകൂടിയാണ് അവരെല്ലാവരും അവിടെ എത്തിയത്. സ്ക്രിപ്ചർ ലൈബ്രറിയിൽ വളരെ കുറച്ച് സമയം മാത്രമാണ് നേരത്തെ അവർക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞിരുന്നത്. ഇപ്പൊ ഇതാ ഒരു അവസരം അവർക്ക് കിട്ടിയപ്പോൾ ഒരാൾ വന്ന് അവർ തടുക്കുകയാണ്. അതിൻ്റെതായ വിഷമം എല്ലാവർക്കും ഉണ്ട്. ഷിയ ഹാങ് പെട്ടെന്ന് ഗു ഷിങ്ങിനോട് പറഞ്ഞു, മിസ്റ്റർ ഗു, ഞാൻ ഇവർക്ക് വാക്ക് കൊടുത്ത് ഇവിടെ കൊണ്ടുവന്നതാണ്. അത് കേട്ടതും ഗു ഷിങ് ഷിയ ഹാങ്ങിനോട് പറഞ്ഞു, മിസ്റ്റർ ഷിയ, ഞാൻ തുടക്കത്തിലേ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ ഇവർക്ക് വാക്ക് കൊടുത്തത്? ഷിയ ഹാങ്, സ്ക്രിപ്ചർ ലൈബ്രറിയിലേക്ക് ആളെ കൊണ്ടുവരാനുള്ള പെർമിഷൻ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. നേരത്തെ ഇവിടെ ആളെ കൊണ്ടുവന്നിരുന്നത് ഗ്രാനി ക്വീൻ അല്ലേ? അങ്ങനെ ഗു ഷിങ് പറഞ്ഞതും ഷിയ ഹാങ് അയാളോട് പറഞ്ഞു, അതെ, ഇപ്പൊ ഗ്രാനി ക്വീൻ ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആ അധികാരം എടുത്തത്. ഷിയ ഹാങ്, അത് കൊള്ളാമല്ലോ. ഒരാൾ ഇല്ലാതാകുമ്പോൾ അയാളുടെ അധികാരം ഞാൻ ഏറ്റെടുക്കുകയും, ഇത് എവിടുത്തെ ന്യായമാണ്? ഷിയ ഹാങ്, നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഇവരെ വിളിച്ച് പോകാൻ നോക്ക്. അങ്ങനെ തീർത്ത് ഗു ഷിങ് പറഞ്ഞതും ഷിയ ഹാങ് ഗു ഷിങ്ങിനോട് പറഞ്ഞു, മിസ്റ്റർ ഗു ഷിങ്, നിങ്ങൾ ആരാണ് എന്താണെന്നുള്ളതും എന്റെ വിഷയമല്ല. ഇപ്പോ ഈ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നത് ഞാനാണ്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ എന്റെ അധികാരം ഉപയോഗിച്ച് അവരിവിടെ കൊണ്ടുവന്നത്. ഞാനിപ്പോ ഇവരെ ഇവിടുന്ന് പുറത്തേക്ക് പറഞ്ഞു വിട്ടാൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ഇവരുടെ മുന്നിൽ ആരായി? നിങ്ങൾ എന്താ എന്നെ കളിയാക്കിയാണ്? ഗു ഷിങ്ങിനോട് ഷിയ ഹാങ് അങ്ങനെ ശക്തമായി പറഞ്ഞതും ഗു ഷിങ് ഷിയ ഹാങ്ങിനോട് പറഞ്ഞു, ഷിയ, ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞ കാര്യം അനുസരിക്കാൻ നീ താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ നിന്നെ കൊണ്ട് അത് അനുസരിപ്പിക്കാൻ എനിക്ക് പറ്റും. അങ്ങനെ അയാൾ പറഞ്ഞതും അയാളുടെ ബോഡിക്ക് ചുറ്റുമായി ഒരു ഊർജ പ്രസാരണം ഉണ്ടായി. അയാളുടെ ബോഡിക്ക് ചുറ്റുമായി ഒരു ഓറ ഡെവലപ്പ് ആകുന്ന അതേ സമയത്ത് അയാളുടെ ബോഡിക്ക് ചുറ്റുമുള്ള ആ ഊർജ വലയത്തിന്റെ ശക്തി വർദ്ധിക്കുന്നത് സൈലർക്കും അനുഭവപ്പെടുന്നുണ്ട്. അയാൾ ഒരു ഹാഫ് സ്റ്റെപ്പ് മാർഷൽ സെയിന്റ് ആണെന്ന് ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ആൾക്ക് മനസ്സിലായി. ഒരു ഹാഫ് സ്റ്റെപ്പ് മാർഷൽ സെയിന്റിനോട് ഏറ്റുമുട്ടാനുള്ള കപ്പാസിറ്റി അവർക്ക് ആർക്കുമില്ല എന്ന് എല്ലാവർക്കും അറിയാം. പെട്ടെന്ന് എല്ലാവരും ഒന്ന് ഭയന്നു. സകലരും തന്റെ ആ ശക്തി കണ്ട് ഭയന്നിരിക്കുകയാണെന്ന് മനസ്സിലായതും ഗു ഷിങ് എല്ലാവരോടായി പറഞ്ഞു, ഇനി ഞാൻ വിശദീകരിക്കണ്ടല്ലോ, വേഗം സ്ഥലം വിടും. ഇത്രയും നേരം നിശബ്ദനായിരുന്ന മാർക്ക് ഫെല്ലർ പെട്ടെന്ന് ഗു ഷിങ്ങിനോട് ചോദിച്ചു, മിസ്റ്റർ, നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയല്ലല്ലോ. അതുവരെ കേൾക്കാത്തൊരു ശബ്ദം ആ ആൾക്കൂട്ടത്തിന്റെ ഭാഗമായി കേട്ടതും ഗു ഷിങ്ങിന്റെ ശ്രദ്ധ മാർക്ക് ഫെല്ലറിലേക്ക് വന്നു. ഗു ഷിങ് മാർക്കിനെ ഒന്ന് നോക്കിയിട്ട് മാർക്കിനോട് ചോദിച്ചു, ആരാ നീ? ഞാൻ മാർക്ക് ഫെല്ലർ എന്ന് മാർക്ക് പറഞ്ഞതും ഗു ഷിങ് ശരിക്കും അത്ഭുതത്തോടെ മാർക്കിനെ നോക്കുകയാണ്. ഓഹോ, നീയാണല്ലേ മാർക്ക് ഫെല്ലർ. മാർക്ക്, നീ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത്. നിനക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ നീ എമിലി ബ്ലാക്കിനെ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. അത് കേട്ടത് മാർക്ക് ഫെല്ലർ ഗു ഷിങ്ങിനോട് ചോദിച്ചു, എടാ, നീ എന്താ മരണം ഇരന്നു വാങ്ങാൻ പോവുകയാണ്? മാർക്ക് ഫെല്ലറുടെ ആ ചോദ്യം കേട്ടതും ഗു ഷിങ്ങിന് വല്ലാത്തൊരു അതിശയം. മാർക്ക്, നീ എന്താ ചോദിച്ചത്? ഞാൻ ചോദിച്ചു മനസ്സിലായില്ലേ? നീ മരണം ഇരന്നു വാങ്ങുകയാണോ എന്ന്. അങ്ങനെ മാർക്ക് വീണ്ടും ചോദിച്ചപ്പോ ഗു ഷിങ് അറിയാതെ ഒന്ന് ചിരിച്ചു പോവുകയാണ്. അങ്ങനെ അവൻ ചിരിക്കുന്ന കണ്ടതും മാർക്ക് ഫെല്ലർ അവനോട് ചോദിച്ചു, നീ ആ ഗു ഷീഷന്റെ മകനല്ലേ? ഓഹോ, അച്ഛനെ നിനക്ക് അറിയാമല്ലേ? മാർക്ക് ഫെല്ലർ, ഞാൻ വീണ്ടും പറയുന്നു, നീ എമിലി ബ്ലാക്കിനെ എനിക്ക് ഹാൻഡ് ഓവർ ചെയ്താൽ നിന്നെ കൊല്ലാതെ വിടാൻ ഞാൻ ശ്രമിക്കാം. അത് കേട്ടതും മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമായി പെട്ടെന്ന് ഒരു ഗോൾഡൻ പ്രകാശം ഉണ്ടായി. മാർക്ക് ഫെല്ലറുടെ ബോഡിക്ക് ചുറ്റുമായി ആ ഗോൾഡൻ പ്രകാശം അങ്ങനെ ജ്വലിച്ചു വന്നതും ഗു ഷിങ് ഒന്ന് ചിരിച്ചു. നിനക്ക് ദേഷ്യം വന്നല്ലേ? ശരി, നീയുമായിട്ടൊന്ന് ഫൈറ്റ് ചെയ്യണമെന്ന് ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ്. നീ വലിയ സംഭവമാണെന്നൊക്കെ ആളുകൾ കമന്റ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. അങ്ങനെ പറഞ്ഞിട്ട് ഗു ഷിങ് മാർക്കിനെ നേരിടാനായി ഒന്ന് റെഡിയായി. ഗു ഷിങ് ഒരു ഹാഫ് സ്റ്റെപ്പ് മാർഷൽ സെയിന്റ് ആണ്. ആ ഹാഫ് സ്റ്റെപ്പ് മാർഷൽ സെയിന്റിന്റെ പവർ എന്താണെന്ന് മാർക്ക് ഫെല്ലർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാനുള്ള ആഗ്രഹം ഗു ഷിങ്ങിനുണ്ട്. ഗു ഷിങ് മാർക്ക് ഫെല്ലറുടെ ആ ദേഹത്തുണ്ടാകുന്ന ആ ഗോൾഡൻ പ്രകാശത്തെ ഒന്ന് നോക്കിയിട്ട് അയാളുടെ വലത് കൈയിലേക്ക് അയാളുടെ ആ ഇന്ത്യൻ എനർജി മുഴുവൻ സ്വരൂപിക്കുകയാണ്. ഒരു ഹാഫ് സ്റ്റെപ്പ് മാർഷൽ സെയിന്റിന്റെ ആ പവർ അയാൾ ആ കൈയിലേക്ക് സ്വരൂപിച്ചതും മുന്നോട്ട് കുതിച്ചതും ആഞ്ഞിടിച്ചതുമൊക്കെ അതിവേഗതയിലാണ്. മാർക്ക് ഫെല്ലർക്ക് തന്റെ കരുത്ത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇതാ ഗു ഷിങ്ങിന് ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. മാർക്ക് ഫെല്ലർ മാത്രമല്ല, അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അയാളുടെ ശക്തി കാണിച്ചു കൊടുക്കാൻ കിട്ടിയ അവസരമാണ്. അതുകൊണ്ട് തന്നെ
അയാൾ അതിശക്തമായിട്ടാണ് മാർക്ക് ഫെല്ലറെ ഒന്ന് ഇടിച്ചത്. മാർക്ക് ഫെല്ലർക്ക് നേരെ അതിശക്തമായി ഗൂഷിങ് പഞ്ച് ചെയ്തതും അതിശക്തമായ ഒരൊറ്റ ഇടി ഇടത് കൈകൊണ്ട് മാർക്ക് ഫെല്ലർ തനിക്ക് നേരെ വരുന്ന ആ കൈയിലേക്ക് കൊടുത്തതും രണ്ട് കൈകൾ തമ്മിൽ ശക്തമായി ഒന്ന് ഏറ്റുമുട്ടി. ആ കൈകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഒരു വല്ലാത്ത തരംഗം തന്നെ അവിടെ ഉണ്ടായെന്ന് പറയാം. ഒരു വല്ലാത്ത ശബ്ദവും അതിന്റെ ഫലമായി തരംഗങ്ങൾ ഉണ്ടായതും ഗൂഷിങ് ഒത്തിരി പുറകോട്ട് അങ്ങ് തെറിച്ചു. ഒരു 4-5 അടി പുറകോട്ട് തെറിച്ച ഗൂഷിങ്ങിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ ഒരു ഹാഫ് സ്റ്റെപ്പ് മാർഷൽ സെയിന്റ് ആണ്. ഹാഫ് സ്റ്റെപ്പ് മാർഷൽ സെയിന്റ് ആയ അവനെ മാർക്ക് ഫെല്ലർ ഇതാ ഇടിച്ച് തെറിപ്പിച്ചിരിക്കുന്നു. ഇപ്പോ ആവേശം കാണണമെങ്കിൽ നമ്മൾ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിലെ ആളുകളുടെ മുഖത്തേക്ക് നോക്കണം. അവരെല്ലാവരും ശരിക്കും വല്ലാത്ത ആവേശത്തിലാണ്. അവരുടെ കൂടെ വന്ന മാർക്ക് ഫെല്ലർ ഇതാ അവരെ തടുത്ത ആ ഗൂഷിങ്ങിനെ ഇടിച്ച് തെറിപ്പിച്ചിരിക്കുകയാണ്. കോങ്യാനിക്കിനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയാളെ ഇടിച്ചു തെറിപ്പിച്ച ഗൂഷിങ്ങിനെ മാർക്ക് ഫെല്ലർ ഇതാ നിസ്സാരമായി ഇടിച്ച് ദൂരേക്ക് തെറിപ്പിച്ചിരിക്കുകയാണ്. ദൂരേക്ക് തെറിച്ച ഗൂഷിങ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് നേരെ നിന്നിട്ട് മാർക്ക് ഫെല്ലറെ ഒന്ന് നോക്കി. ഓ, ഞാൻ കേട്ടത് ശരിയാണല്ലേ, നിനക്ക് ഒരു മാർഷൽ സെയിന്റ് പവർ ഉണ്ട്. ഓക്കെ, ഇതിന്റെ മാർഷൽ സെയിന്റ് പവറിന്റെ ശക്തി ഒന്നുകൂടെ നോക്കാം. അങ്ങനെ അയാൾ പറഞ്ഞതും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആ പ്രായമുള്ള ആളുകൾ ഗൂഷിങ്ങിന്റെ കയ്യിലൊന്ന് പിടിച്ചു. അതിനുശേഷം അവർ ഗൂഷിങ്ങിനോട് പറഞ്ഞു, എഗ്ബാസ്റ്റർ ഇപ്പൊ വേണ്ട, ഈ സ്ഥലത്ത് വെച്ച് ഒരു ഏറ്റുമുട്ടലും നല്ലതല്ല. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ അകത്തുള്ള ഒരു സ്ഥലത്താണ് യഥാർത്ഥത്തിൽ അവരിപ്പോൾ നിൽക്കുന്നത്. ആ സ്ഥലത്തേക്ക് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ പ്രസിഡന്റിന് പോലും പ്രവേശനമില്ല എന്നാണ് സത്യം. അവിടെ വെച്ച് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അത് ഒരുപാട് നാശനഷ്ടം ഉണ്ടാക്കുമെന്ന് ആ ആളുകൾ ഗൂഷിങ്ങിനോട് സൂചിപ്പിച്ചു. മാർക്ക് ഫെല്ലർ ഇപ്പോൾ ഒരു മാർഷൽ സെയിന്റ് പവർ കയ്യിൽ വെച്ചിരിക്കുന്ന ആളാണ്. ആ പവർ അയാൾ എടുത്ത് ഉപയോഗിച്ചാൽ ഉറപ്പായും ആ ഭാഗം മുഴുവൻ തുടച്ചു നീക്കപ്പെടും. ആ യാഥാർത്ഥ്യം ഗൂഷിങ്ങിനെ ആ പ്രായമുള്ള ആളുകൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതും ഗൂഷിങ് മാർക്ക് ഫെല്ലറോട് പറഞ്ഞു, മാർക്ക് ഫെല്ലർ, നീ രക്ഷപ്പെട്ടു എന്ന് ധരിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. നിന്റെ ഈ മാർഷൽ സെയിന്റ് പവർ എത്ര നാൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അത് കഴിഞ്ഞ് നമ്മൾ തമ്മിൽ ഒന്ന് കാണും. അന്ന് നിന്നെ ഞാൻ കുഴിച്ചു മൂടും. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ഷിയാഖാങ്ങിനെ ഒന്ന് തറപ്പിച്ചു നോക്കി അവിടുന്ന് ആ മൂവർ സംഘത്തിനോടൊപ്പം അതിവേഗം അങ്ങ് അകത്തേക്ക് പാഞ്ഞു പോവുകയാണ്. മിസ്റ്റിക് വേൾഡിന്റെ തലവൻ മാസ്റ്റർ ഗുവിന്റെ മകൻ ഇതാ പരാജയപ്പെട്ട് അവിടുന്ന് പോവുകയാണ്. അവന്റെ ആ പോക്ക് നോക്കി നിന്ന ഷിയാഖാങ് അസ്വസ്ഥയോടെ കൂടുതലുള്ള ആളുകളോട് പറഞ്ഞു, എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അത് കേട്ടതും യാവോമിങ് ഷിയാഖാങ്ങിനോട് പറഞ്ഞു, പ്രസിഡന്റ് ഷിയ, അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. എന്റെ യാവോ കുടുംബം നിങ്ങൾക്കൊപ്പം നിൽക്കും, ഞങ്ങളുടെ ചൂ കുടുംബം നിങ്ങൾക്കൊപ്പം നിൽക്കും. ചൂ ഹെഡാണ് അങ്ങനെ പറഞ്ഞത്. അവർ രണ്ടുപേരും പറഞ്ഞതും കോങ്യാനിക്ക് ഉറക്കെ പറഞ്ഞു, ഷിയാഖാങ്, ഞാൻ എന്റെ കോങ് കുടുംബത്തിന്റെ സകല പിന്തുണയും നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ആ കൂട്ടത്തിൽ സകലരും അത് പറഞ്ഞപ്പോൾ മാർക്ക് അറിയാതെ ചിരിച്ചു പോവുകയാണ്. ഷിയാഖാങ് വളരെ വിദഗ്ധമായി ആ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുടെ പിന്തുണ ആ സാഹചര്യത്തിലും നേടിയെടുക്കുകയാണ്. അയാൾ കാലങ്ങളായി ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വിശ്വാസ്യത അത് ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുകയാണെന്നാണ് അർത്ഥം. ഷിയാഖാങ് എല്ലാവരും നോക്കിയിട്ട് അവരോടായി പറഞ്ഞു, ഓക്കെ, നിങ്ങൾക്ക് ഞാൻ 3 ദിവസത്തെ സമയമാണ് അനുവദിക്കുന്നത്. ഈ 3 ദിവസം കൊണ്ട് നിങ്ങൾ ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന പഠിച്ചെടുക്കാൻ കഴിയുന്ന എല്ലാം പഠിച്ചെടുക്കണം. ഈ 3 ദിവസവും നിങ്ങൾ ഈ ലൈബ്രറി നന്നായി ഉപയോഗിക്കുക, പഠിക്കാൻ കഴിയുന്ന മുഴുവൻ പഠിക്കുക. അങ്ങനെ പറഞ്ഞിട്ട് ഷിയാഖാങ് നേരത്തെ പുറത്തെടുത്ത ആ കാർഡ് ഒരിക്കൽ കൂടി ആ വാതിൽ നേരെ കാണിച്ചു. ആ കാർഡ് ഒരു അദൃശ്യമായ പവർ ജനറേറ്റ് ചെയ്യുന്ന കാർഡാണ്. ആ കാർഡ് ആ വാതിൽ നേരെ കാണിച്ചതും വാതിൽ സ്പർശിക്കുക പോലും ചെയ്യാതെ ആ കാർഡിൽ നിന്നൊരു പ്രകാശം ആ വാതിൽ പതിക്കുകയും ആ വാതിൽ മലർക്കെ തുറക്കപ്പെടുകയും ചെയ്തു. ആ വാതിൽ മലർക്കെ തുറക്കപ്പെട്ടതും ഷിയാഖാങ് എല്ലാവരെയും അതിനകത്തേക്ക് പ്രവേശിപ്പിച്ചു. മാർക്ക് ഫെല്ലറും അകത്തേക്ക് അടക്കുമ്പോൾ മാർക്ക് ഫെല്ലറിന്റെയും ഷിയാഖാങ്ങിനെ കണ്ണുകൾ തമ്മിൽ ഒന്നിടഞ്ഞു. അവരുടെ പ്ലാൻ ഇതാ വിജയകരമായിരിക്കുന്നു. പക്ഷെ ഈ സമയത്ത് ഒരു എതിരാളി കൂടി ഉണ്ടായിരിക്കുകയാണ്. ഷിയാഖാങ് എതിരാളികളില്ലാതെ ഗ്രാനിക്കുനിന്റെ അതേ കസേരയിലേക്ക് വരുമെന്നാണ് മാർക്ക് ഫെല്ലർ കരുതിയിരുന്നത്. ഇത് ഗ്രാനിക്കുനിന് പകരം മിസ്റ്റിക് വേൾഡിൽ നിന്ന് ഒരു പുതിയ ആളെ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ചുമതല നോക്കാനായി ഹൈറപ്സ് നിയോഗിച്ചിരിക്കുകയാണ്. ആ ചിന്തയോടുകൂടിയാണ് മാർക്ക് ഫെല്ലർ അകത്തേക്ക് കടന്നത്.
4 നിലകളുള്ള ഒരു ലൈബ്രറിയിലേക്കാണ് മാർക്കും ടീമും എത്തിയത്. ആദ്യത്തെ 3 നിലകളിലുള്ളത് മാന്ത്രിക സ്പെല്ലുകളെ കുറിച്ചുള്ള പുസ്തകങ്ങളാണ്. വിവിധ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് അനുയോജ്യമായ സ്പെല്ലുകൾ അവിടെ പുസ്തകങ്ങളിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. അകത്തേക്ക് കയറിയ ആളുകൾ അതിവേഗം ആ സ്പെല്ലുകൾ ഇരിക്കുന്ന അലമാരകൾക്ക് നേരെ നടക്കുകയാണ്. പല ടൈപ്പിലുമുള്ള മാന്ത്രിക സംഭവങ്ങൾ അവിടെ ആ ലൈബ്രറിയിലെ പുസ്തകങ്ങളിലുണ്ട്. വിവിധ തരത്തിലുള്ള മാന്ത്രിക ആയുധങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങളും പുസ്തകങ്ങളിലുണ്ട്. 3 നിലകളിലും ഇത്തരം കാര്യങ്ങളാണ് ഉള്ളത്. 4ാമത്തെ നിലയിൽ മാർഷൽ ആർട്സ് അസോസിയേഷനെ കുറിച്ചും മാർഷൽ ആർട്സിനെ കുറിച്ചും മാർഷൽ ആർട്ടിസ്റ്റുകളെ കുറിച്ചുമുള്ള വിവരങ്ങളാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. മാർക്ക് ഫെല്ലർ ആദ്യത്തെ നിലയിലേക്ക് കടന്നു. മാർക്ക് അവിടെ വന്നത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ്. സോൾ ബൈൻഡിങ് ടെക്നിക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം കണ്ടുപിടിക്കുക, വായിക്കുക, പഠിക്കുക. അതാണ് മാർക്കിന്റെ ടാർഗറ്റ്. മാർക്ക് ഫെല്ലർ ആ 1ാമത്തെ നിലയിലേക്ക് കടക്കുമ്പോൾ മാർക്കിന്റെ കണ്ണ് ഏതാണ്ട് തള്ളിയെന്ന് പറയാം. ആയിരക്കണക്കിന് 10,000കണക്കിന് പുസ്തകങ്ങൾ ആ ഹാളിൽ മാത്രമുണ്ട്. എല്ലാ പുസ്തകങ്ങളും മാന്ത്രിക സ്പെല്ലുകളുമായി കണക്റ്റഡ് ആണ്. മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് ഉണ്ടാകുന്ന പരിക്കുകൾ എങ്ങനെ ഭേദമാക്കാം, എങ്ങനെ അവിടെ അസുഖം ചികിത്സിക്കാം എന്ന് പ്രതിപാദിക്കുന്ന പുസ്തകങ്ങൾ വരെ അവിടെയുണ്ട്. മാർക്ക് ഓരോ അലമാരയും ഇങ്ങനെ നോക്കി നോക്കി പോവുകയാണ്. 100 കണക്കിന് അലമാരകളാണ് താഴത്തെ നിലയിൽ മാത്രമുള്ളത്. ഓരോ അലമാരയിലും ഏറ്റവും കുറഞ്ഞത് 200 പുസ്തകങ്ങളെങ്കിലും ഉണ്ട്. മാർക്ക് ഒരു അലമാരയിലെ പുസ്തകം നോക്കി തീർന്നപ്പോൾ തന്നെ ഏകദേശം 8-10 മിനിറ്റ് കഴിഞ്ഞു. മാർക്ക് ആ പുസ്തകത്തിന്റെ പുറംചട്ടയിലുള്ള വിവരം മാത്രമാണ് നോക്കുന്നത്. പുറംചട്ടയിൽ വിവരങ്ങൾ ഒന്നുമില്ലെങ്കിൽ ആ പുസ്തകം കയ്യിലെടുക്കേണ്ടി വരും. കയ്യിലെടുത്ത് പുസ്തകം മറിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് മാർക്കിന് ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് കാണുമ്പോൾ മാർക്ക് തിരിച്ചു വെക്കുകയാണ്. ഈ സോൾ ബൈൻഡിങ് ടെക്നിക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം ഏത് അലമാരയിലാണ് ഉള്ളത്? 3 നിലകളിലായി ഏറ്റവും കുറഞ്ഞത് 30,000 പുസ്തകങ്ങളെങ്കിലും ഉണ്ടാകുമെന്ന് മാർക്കിന് 1ാമത്തെ നിലയിലെ ആ അലമാരകളും പുസ്തകങ്ങളും കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായി. ഈ സമയത്ത് മറ്റുള്ള ചെറുപ്പക്കാരൊക്കെ വിവിധ പുസ്തകങ്ങൾ കളക്ട് ചെയ്തു തുടങ്ങി. മാർക്ക് ഒരു പുസ്തകവും എടുക്കാതെ അലമാരയിൽ നിന്ന് അലമാരയ്ക്ക് പോകുന്ന കണ്ടതും ഹുയങ് ടെങ് മാർക്കിന്റെ അടുത്തേക്ക് വന്നു. മാർക്ക്, ഇത് നോക്ക്, മാർക്കിന് പറ്റിയ പുസ്തകമല്ലേന്ന്. ഹുയങ് ടെങ് മാർക്കിന്റെ കയ്യിലേക്ക് കൊടുത്ത പുസ്തകം മാർക്കൊന്ന് മറിച്ചു നോക്കി. വജ്ര ബോഡി ടെക്നിക്കിനെ കുറിച്ചുള്ള പുസ്തകമാണ്. മാർക്ക്, ഇതൊരു ഡിവൈൻ സ്പെല്ലാണ്. ഈ സ്പെല്ല് ഈ 3 ദിവസം കൊണ്ട് മാർക്കിന് എന്തായാലും പഠിക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, അത്രയേ പറ്റൂ. ഹുയങ് ടെങ് അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ബാക്കിയുള്ള ആളുകളും മാർക്കിന്റെയും ഹുയാങ്ങിന്റെയും അടുത്തേക്ക് വന്നു. അതേ മാർക്ക്, ഈ ഡിവൈൻ സ്പെല്ലൊന്നും ഇപ്പൊ എടുത്ത് വായിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആകെ 3 ദിവസമല്ലേ ഉള്ളൂ. 3 ദിവസം കൊണ്ട് ഒരു കാരണവശാലും ഒരു മനുഷ്യനും ഒരു ഡിവൈൻ സ്പെല്ല് പഠിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെ അവരിൽ ചിലരൊക്കെ കമന്റ് ചെയ്തതും ചൂ ഹെഡ് ഹുയാങ് ടെങ്ങിനോട് ചോദിച്ചു, അല്ല ജിന്നാവോ ഒരു ഡിവൈൻ സ്പെല്ല് പ്രാക്ടീസ് ചെയ്തെടുത്തായിരുന്നല്ലോ, അത് എത്ര ദിവസം കൊണ്ടാണ് പ്രാക്ടീസ് ചെയ്തത്? ജിന്നാവോ ഏകദേശം 7 ദിവസം എടുത്തു. ജിന്നാവേക്കാൾ വേഗത്തിൽ ആർക്കും എന്തായാലും പഠിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവരെല്ലാവരും പറഞ്ഞതും പെട്ടെന്ന് യുവാൻ ഷോ യാവോട് ചോദിച്ചു, അല്ല യാവോ നേരത്തെ ഒരു തവണ ഇവിടെ വന്നപ്പോ ഒരു സ്പെല്ല് പഠിച്ചെടുത്തായിരുന്നല്ലോ, അതൊരു ഡിവൈൻ സ്പെല്ല്, അത് എത്ര ദിവസം എടുത്തു? അതൊരു 4 ദിവസം എടുത്തു കാണും. 4 ദിവസം കൊണ്ട് ഒരു ഡിവൈൻ സ്പെൽ യാവോ മെങ് പഠിച്ചെടുത്തു എന്ന് കേട്ടപ്പോ സകലർക്കും ഒരു അമ്പരപ്പും ഞെട്ടലും. ഈ പൈറോയിലെ ഏറ്റവും മിടുക്കനായ പഠിതാവ് ജിന്നാവോ ബ്ലാക്ക് ആണെന്നാണ് എല്ലാവരും പറയുക. ആ ജിന്നാവോയേക്കാൾ വേഗത്തിൽ ഒരു ഡിവൈൻ സ്പെല്ല് യാവോ മെങ് പഠിച്ചെടുത്തിരിക്കുകയാണ്. 7 ദിവസം കൊണ്ടാണ് ജിന്നാവോ പഠിച്ചതെങ്കിൽ 4 ദിവസം കൊണ്ട് യാവോ മെങ് പഠിച്ചിരിക്കുകയാണ്. അത് മനസ്സിലായതും സകലരും യാവോ മെങ്ങിനെ അഭിനന്ദിച്ചു തുടങ്ങി. യാവോ, നീ ജിന്നാവോയേക്കാൾ മിടുക്കിയാണല്ലോ. അങ്ങനെ ഓരോരുത്തരും യാവോ മെങ്ങിനോട് പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലറോട് പറഞ്ഞു, മാർക്ക് ഡിവൈൻ സ്പെല്ല് അവിടെ വെച്ചിട്ട് ഒരു എർത്ത് സ്പെല്ല് കിട്ടുമെന്ന് നോക്ക്. ഇവിടെ ഇഷ്ടംപോലെ എർത്ത് സ്പെല്ലുണ്ട്. മാർക്കിന് ഇഷ്ടമുള്ള ഒരു എർത്ത് സ്പെല്ല് സ്വാഭാവികമായിട്ട് പഠിക്കാൻ പറ്റും. അത് കേട്ടത് മാർക്ക് അവരോട് പറഞ്ഞു, അത് വേണ്ട, ഞാൻ ഇത് തന്നെ ഒന്ന് പഠിക്കാം. മാർക്ക് എന്തായി പറയുന്നത്? ഈ സ്പെല്ല് ഈ 3 ദിവസം കൊണ്ട് പഠിക്കാനോ? യാവോ, ഈ സ്പെല്ല് പഠിക്കാൻ യാവോക്ക് എത്ര ദിവസം വേണ്ടി വരും? വജ്ര സ്പെല്ലല്ലേ, എനിക്ക് ഒരാഴ്ചയെങ്കിലും വേണ്ടി വരും. യാവോയാണ് ഏറ്റവും വേഗത്തിൽ സ്പെല്ല് പഠിക്കാൻ മിടുക്കിയെന്ന് അവർക്കെല്ലാവർക്കും ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. ആ യാവോ പറയുന്നു 7 ദിവസം യാവോക്ക് വേണമെന്ന്. യാവോ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് വെറുതെ സമയം കളയാതെ ഏതെങ്കിലും ഉപയോഗമുള്ള സ്പെല്ല് പഠിക്കാൻ നോക്ക്. മാർക്ക് യാവോയോട് പറഞ്ഞു, യാവോ ഇതെന്തായാലും ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ ആ വജ്ര ബോഡി ടെക്നിക് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ പുസ്തകവുമായി ഒരു കസേരയിലേക്ക് ഇരുന്നു. മാർക്ക് ഫെല്ലർ ആ ടെക്നിക്ക് വായിച്ചു തുടങ്ങുന്ന കണ്ടപ്പോൾ ആളുകൾക്കൊക്കെ ഒരു കൗതുകം.
മാർക്കിന്റെ 3 ദിവസവും പോയി കിട്ടി. അങ്ങനെയാണ് അവരത് നോക്കിക്കണ്ടത്. ആളുകൾക്ക് കളയാൻ സമയമില്ലാത്തതുകൊണ്ട് അവരൊക്കെ അതിവേഗം വിവിധ പുസ്തകങ്ങൾ നോക്കി മുന്നോട്ട് പോയി തുടങ്ങി. ഏകദേശം ഒരു 4 മണിക്കൂറായപ്പോൾ മാർക്ക് ഫെല്ലറുടെ ബോഡിയിൽ നിന്ന് ഒരു ഗോൾഡൻ പ്രകാശം പുറത്തേക്ക് വന്നു. മാർക്കിന്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ഗോൾഡൻ പ്രകാശം പതുക്കെ ആ ലൈബ്രറി മുഴുവൻ അങ്ങനെ വ്യാപിച്ചു. സ്വാഭാവികമായിട്ടും മറ്റുള്ള ആളുകളുടെ ശ്രദ്ധയിൽ അത് പെടുകയും ചെയ്തു. അവരൊക്കെ ഓടി മാർക്കിനടുത്തേക്ക് വന്നു. മാർക്കിന്റെ പുറത്ത് കാണുന്ന ആ ഗോൾഡൻ പ്രകാശം ഒരു കാര്യം ഉറപ്പിച്ചു പറയുകയാണ്. മാർക്ക് ഇതാ ഒരു ഡിവൈൻ സ്പെല്ല് കരസ്ഥമാക്കിയിരിക്കുന്നു. മാർക്കിന്റെ സെയിന്റ്ലി ബോഡി ടെക്നിക്കിനേക്കാൾ ഒരുപാട് ലെവൽ മുകളിൽ നിൽക്കുന്ന ഒരു ടെക്നിക്കാണ് മാർക്ക് ഇപ്പൊ പഠിച്ചെടുത്ത വജ്ര ബോഡി ടെക്നിക്ക്. മാർക്ക് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ലെവലിലേക്ക് ആയിരിക്കുമ്പോൾ ആ സെയിന്റ്ലി ബോഡി ടെക്നിക്ക് കൊണ്ട് ഉപയോഗമുണ്ട്. ഇപ്പൊ മാർക്ക് ഒരു ലേറ്റ് ലെവൽ മാർക്യൂസ് ആണ്. അതേസമയത്ത് മാർഷൽ സെയിന്റിന്റെ പവർ കുറച്ച് നാളായിട്ട് മാർക്കിനുണ്ട്. ലേറ്റ് ലെവൽ മാർക്യൂസിന് ഈ സെയിന്റ്ലി ബോഡി ടെക്നിക്ക് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ആ ടെക്നിക്കിന്റെ അടുത്ത ലെവലിലേക്ക് മാർക്ക് കടക്കുകയോ അല്ലെങ്കിൽ പുതിയ ടെക്നിക്കുകൾ മാർക്ക് പഠിക്കുകയോ വേണമെന്നുള്ള ഘട്ടം എത്തിയപ്പോഴാണ് മാർക്കിന് ഇതാ വജ്ര ബോഡി ടെക്നിക്ക് കിട്ടിയിരിക്കുന്നത്. വജ്ര ബോഡി ടെക്നിക്ക് അതിശക്തമായ ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. മാർക്ക് ഫെല്ലർ വജ്ര ബോഡി ടെക്നിക്ക് പഠിച്ചു എന്ന് മനസ്സിലായതും അവിടെ ഓടി വന്ന ആ ചെറുപ്പക്കാർക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാർക്ക്, നിങ്ങളിത് പഠിച്ചെടുത്തു, ഇത്ര വേഗത്തിൽ പഠിച്ചെടുത്തു? അങ്ങനെ യാവോമെങ്ങും ചൂ ഹെഡൊക്കെ ചോദിച്ചപ്പോ മാർക്ക് യാവോട് ചോദിച്ചു, യാവോ, ഞാൻ എത്ര സമയമെടുത്തു? മാർക്ക് 4 മണിക്കൂറുണ്ടാ പഠിച്ചത്. അവൾ വലിയ ആവേശത്തിലാണ് അത് പറഞ്ഞത്. അത് കേട്ടതും മാർക്ക് യാവോട് പറഞ്ഞു, 4 മണിക്കൂർ ഞാൻ എടുത്തു. മാർക്ക് ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ സമയം മാർക്ക് അത് പഠിക്കാൻ എടുത്തു എന്നാണ് മാർക്ക് പറഞ്ഞു വരുന്ന ഡയലോഗിന്റെ അർത്ഥം. മാർക്കിന്റെ ആ ഡയലോഗ് കേട്ടപ്പോൾ ആളുകൾ ബോധത്തോടെ നോക്കി പോവുകയാണ്. മാർക്കിന്റെ അച്ഛന്റെ ലൈബ്രറിയിൽ നിന്ന് അനവധി ടെക്നിക്കുകൾ പഠിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ആ സെയിന്റ്ലി ബോഡി ടെക്നിക്ക്, വേറൊന്നാണ് ഷ്രിങ്കിങ് എർത്ത് ബൈ ആൻ ഇഞ്ച്, മറ്റൊന്നാണ് അബ്സല്യൂട്ട് ബിഗിനിങ് ഫിസ്റ്റ്, അതുപോലെ സോൾ സാലോയിൻ ടെക്നിക്ക് ഒക്കെ മാർക്ക് പഠിച്ചതാണ്. മാർക്കിന്റെ കയ്യിൽ ഇനിയും ടെക്നിക്കുകളുണ്ട്. ഡിവൈൻ സ്പെല്ലുകൾ മാർക്ക് പഠിച്ചിട്ടുള്ള കാര്യം ആ കൂടി നിൽക്കുന്ന ആളുകൾക്ക് അറിവുള്ളതല്ല. അതുകൊണ്ട് തന്നെ മാർക്ക് അതിവേഗതയിൽ ഒരു ഡിവൈൻ സ്പെല്ല് പഠിച്ചു എന്ന് കേട്ടപ്പോൾ അവർക്കൊക്കെ ഭയങ്കര അതിശയം. പെട്ടെന്ന് ആ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഈ ടെക്നിക്ക് നേരത്തെ പഠിച്ചതാണ്, ഇതിപ്പോ ഞങ്ങളെ കാണിക്കാൻ വേണ്ടി നീ ഒരു ജാട കാണിച്ചതാണ്. ആ ചെറുപ്പക്കാരൻ അങ്ങനെ പറഞ്ഞതും മാർക്ക് കൗതുകപൂർവ്വം അവനെ നോക്കി. താങ്കളുടെ പേരെന്താണ്? ഞാൻ ടെങ് കുടുംബത്തിൽ നിന്നാണ്. സി സിറ്റിയിലെ ആ ടെങ് കുടുംബം മാർക്കുമായി ഒന്ന് ഇടഞ്ഞിട്ടുണ്ട്. ഈ ചെറുപ്പക്കാരന്റെ അമ്മാവനാണ് അന്ന് മാർക്കിനോട് ഇടഞ്ഞ ആ ടെങ്. അയാള് മാർക്കിനെ അയാളുടെ ടീമിന്റെ ഭാഗമാക്കാൻ നോക്കിയിരുന്നു. ആ കാര്യമൊക്കെ മാർക്കിന് പെട്ടെന്ന് ഓർമ്മ വന്നു. നിങ്ങൾ മിസ് ടെങ്ങിന്റെ ബന്ധുവാണല്ലേ? ശരി, എന്താ നിങ്ങൾ പറഞ്ഞത്? മാർക്ക്, ദാ ഇത് വേറൊരു ബുക്കാണ്. നീ വലിയ സംഭവമാണെങ്കിൽ ഈ ബുക്കൊന്ന് പഠിക്കും. മാർക്ക് ആ ബുക്ക് വാങ്ങിച്ച് അതൊന്ന് നോക്കി. ബുദ്ധാസ് 1000 ഹാൻഡ്സ് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ബുദ്ധന്റെ 1000 കൈകൾ, അതാണ് ഹെഡിങ്. ഏതോ ഒരു മാന്ത്രിക സ്പെല്ലിന് ഇട്ടിരിക്കുന്ന പേരാണ് ബുദ്ധാസ് 1000 ഹാൻഡ്സ് എന്ന്. ആ ബുക്ക് മാർക്കിന്റെ കയ്യിലേക്ക് കൊടുത്ത ആ ചെറുപ്പക്കാരൻ മാർക്കിനോട് പറഞ്ഞു, നിനക്ക് കഴിവുണ്ടെന്ന് തെളിയിക്കാൻ ഇതാ അവസരം. നീ ഇത് 4 മണിക്കൂറുണ്ടോ 5 മണിക്കൂറുണ്ടോ പഠിക്കും. പഠിച്ചാൽ, മാർക്ക് പെട്ടെന്ന് അങ്ങനെ ചോദിച്ചു, പഠിച്ചാൽ ഞാൻ നീ പറയുന്ന എന്ത് ചെയ്യാം? എന്ത് ചെയ്യൂ? അതെ, എന്ത് ചെയ്യാം? ആ ചെറുപ്പക്കാരൻ അങ്ങനെ തീർത്ത് പറഞ്ഞതും മാർക്ക് ഫെല്ലർ ആ ബുക്ക് കയ്യിൽ നിന്ന് വാങ്ങിച്ചു. മാർക്ക് അടുത്തുള്ള ഒരു ടേബിളിന്റെ അടുത്തേക്ക് പോയിരുന്നു. മാർക്ക് ആ ടേബിളിന്റെ അടുത്ത് പോയിരുന്ന ആ പുസ്തകം മറിച്ചു നോക്കി തുടങ്ങിയതും മാർക്കിനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് ആ ടെങ്ങും ബാക്കിയുള്ള ആളുകളും ഒക്കെ വീണ്ടും അവരവരുടെ പടിയിലേക്ക് കടന്നു. ഏകദേശം ഒരു 3-3.5 മണിക്കൂറായപ്പോൾ മാർക്ക് ഫെല്ലർ ഇരുന്ന ഭാഗത്ത് ഒരു പ്രകാശം ഉണ്ടായി. നേരത്തെ മാർക്ക് ഫെല്ലർ ആ ഡിവൈൻ സ്പെല്ല് കരസ്ഥമാക്കിയപ്പോൾ ഉണ്ടായ അതേ ശൈലിയുടെ പ്രകാശം അവിടെ ഉണ്ടാവുകയാണ്. ആ പ്രകാശം ആ ലൈബ്രറി മുഴുവൻ വ്യാപിച്ചതും പെട്ടെന്ന് ആളുകളെല്ലാം ഓടി വന്നു. അവർക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നേരത്തെ 4 മണിക്കൂർ സമയമെടുത്ത് ഡിവൈൻ സ്പെല്ല് പഠിച്ച മാർക്ക് ഫെല്ലർ ഇതാ പുതിയ ഡിവൈൻ സ്പെല്ല് പഠിക്കാൻ 3.5 മണിക്കൂർ താഴെ സമയം എടുത്തിട്ടു. മാർക്ക് ഇപ്പൊ പഠിച്ചിരിക്കുന്നത് ബുദ്ധാസ് 1000 ഹാൻഡ്സ് ആണ്. ബുദ്ധാസ് 1000 ഹാൻഡ്സ് ശരിക്കും റെയർ ആയിട്ടുള്ള ഒരു സ്പെല്ലാണ്. ഒരുപാട് കപ്പാസിറ്റി ഉള്ള സ്പെല്ലാണ്. അത് പഠിക്കാൻ 3 ദിവസം കൊണ്ട് ആർക്ക് പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ആരും അത് എടുക്കാതിരുന്നത്. വെറും ഒരു പകല് കൊണ്ട് മാർക്ക് ഫെല്ലർ ഇത് 2 ഡിവൈൻ സ്പെല്ല് പഠിച്ചിരിക്കുകയാണ്. ആർക്കും വിശ്വസിക്കാനാവാത്ത ഒരു അച്ചീവ്മെന്റ് ആണ് മാർക്ക് നേടിയിരിക്കുന്നത്. മാർക്ക് അത് പഠിച്ചു എന്ന് ബോധ്യമായതും ആ ടെങ് കുടുംബത്തിലെ അനന്തരവൻ ശരിക്കും ഒന്ന് വിളറിയെന്ന് പറയാം. മാർക്കിന് അവനെ കൊണ്ട് എന്തും ചെയ്യിക്കാൻ പറ്റും. അങ്ങനെ ഒരു വാക്കാണ് അവൻ നേരത്തെ കൊടുത്തത്.
ബെറ്റിൽ അവൻ തോറ്റു എന്നർത്ഥം. മാർക്ക് അവനെ നോക്കിയിട്ട് വീണ്ടും പുതിയ പുസ്തകങ്ങൾ തിരഞ്ഞു തുടങ്ങി. മാർക്കിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ആ സോൾ ബൈൻഡിങ് ടെക്നിക്കുമായി ബന്ധപ്പെട്ട പുസ്തകം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മാർക്ക് അവിടെ കുറെ അലമാരകളിലൊക്കെ ഒന്ന് നോക്കിയിട്ടും മാർക്ക് ഉദ്ദേശിക്കുന്ന പുസ്തകം കിട്ടിയില്ല. അവസാനം മാർക്ക് ആ നിലയിൽ നിന്ന് 2ാം നിലയിലേക്കും 3ാം നിലയിലേക്കും അവസാനം 4ാം നിലയിലെത്തി. 2-3 നിലകളിലെ പുസ്തകങ്ങൾ മാർക്ക് നോക്കിയതേയില്ല എന്ന് പറയാം. മാർക്കിന് ആ അലമാരയിലെ 30,000 പുസ്തകം നോക്കി ആ സോൾ ബൈൻഡിങ് ടെക്നിക് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നൊരു തോന്നൽ ഉണ്ടായതുകൊണ്ടാണ് മാർക്ക് 4ാമത്തെ നിലയിലെത്തിയത്. 4ാമത്തെ നിലയിൽ വന്ന മാർക്കിന്റെ മുന്നിൽ അധികം പുസ്തകങ്ങളൊന്നുമില്ല. ഒരു പുസ്തകം മാർഷൽ ആർട്സ് ചരിത്രം സൂചിപ്പിക്കുന്നതാണ്. ആ ചരിത്രം ഏറ്റവും ആധുനിക കാലത്തെ ചരിത്രമാണ്. ഒരു 200 വർഷത്തെ ചരിത്രമേ അതിലുള്ളൂ. ബാക്കി 3 പുസ്തകങ്ങളും ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. മാർക്ക് അവസാനത്തെ 200 കൊല്ലത്തെ ചരിത്രം സൂചിപ്പിക്കുന്ന പുസ്തകം കയ്യിലെടുത്തു. മാർക്ക് അത് വായിച്ചു തുടങ്ങിയാണ്. 200 കൊല്ലങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു മാർഷൽ ആർട്സ് എന്നാണ് ആദ്യം സൂചിപ്പിക്കുന്നത്. ആ ഭാഗത്തൊന്നും ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനെ കുറിച്ച് ഒരു സൂചനയില്ല. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പാണ് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ പേര് മാർക്ക് ഫെല്ലർ ആദ്യമായി കാണുന്നത്. അതിശക്തമായ ഒരു സംഭവമായി ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ വളർന്ന കഥ വിശദമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ പിറവിയുണ്ടായി ആദ്യത്തെ 30 കൊല്ലം അവർ ശരിക്കും രാജാക്കന്മാരെ പോലെ വളർന്ന് പന്തലിച്ചു എന്ന് പറയാം. സകല അധികാരികളും ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ മുന്നിൽ മുട്ട് മടക്കിയ കാലഘട്ടം. അപ്പോഴാണ് ഒരു ആളുമായി അവരൊന്ന് ഉരസിയത്. ആ ആളെ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗാർഡിയൻ എന്ന പേരിലാണ്. ഒരു ഗാർഡിയനുമായി ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ എതിരിട്ടതിനെ കുറിച്ച് വിശദമായ വിവരണങ്ങൾ തന്നെ ആ പുസ്തകത്തിലുണ്ട്. അത് സംഭവിക്കുന്നത് ഏകദേശം 60-70 വർഷങ്ങൾക്കിടയിലാണ്. ആ ഗാർഡിയൻ 3 ദിവസം കൊണ്ട് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ 30 മാർഷൽ സെയിന്റുകളെ കൊലപ്പെടുത്തി എന്ന കാര്യം കൂടി വളരെ വിശദമായി സൂചിപ്പിച്ചിട്ടുണ്ട്. മാർഷൽ സെയിന്റ് അതിശക്തരാണ്. അങ്ങനെയുള്ള 30 മാർഷൽ സെയിന്റുകളെ കൊലപ്പെടുത്തിയ ആ ഗാർഡിയന്റെ ശക്തി എന്തായിരിക്കും? ആ വിവരണങ്ങളിലൂടെ കടന്നു പോകുന്ന മാർക്ക് അറിയാതെ ചോദിച്ചു പോകുന്ന ചോദ്യം അതാണ്. ആ ഗാർഡിയനുമായി പിന്നീട് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കി. ആ ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള മാർഷൽ സെയിന്റുകൾ മുഴുവൻ മിസ്റ്റിക് വേൾഡുകളിലേക്ക് പിന്മാറി. മിസ്റ്റിക് വേൾഡുകളിൽ നിന്ന് അവരാരെങ്കിലും പുറത്തിറങ്ങിയാൽ അവരെ ഗാർഡിയൻ കൊല്ലും. മാർഷൽ സെയിന്റുകൾ ഭൂമിയിലെ ജീവിതം ഏതാണ്ട് ദുരിതമാക്കി തുടങ്ങിയ ആ കാലഘട്ടത്തിൽ സകല മാർഷൽ സെയിന്റുകളെയും മിസ്റ്റിക് വേൾഡിലേക്ക് കയറ്റിവിട്ട കക്ഷിയാണ് ഈ ഗാർഡിയൻ. ചെറിയ ചെറിയ മിസ്റ്റിക് വേൾഡുകൾ മാർഷൽ സെയിന്റുകൾ തന്നെ ഉണ്ടാക്കി ആ കൂടാരങ്ങൾക്കകത്ത് അവർ പതുങ്ങി കഴിയുകയാണ്. അതിനുശേഷം ഒരു മാർഷൽ സെയിന്റും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള മാർഷൽ സെയിന്റുകളൊക്കെ മിനിമം 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. ആ മാർഷൽ സെയിന്റുകൾ ഉള്ള മിസ്റ്റിക് വേൾഡുകളിൽ പുതുതായി ഒരു മാർഷൽ സെയിന്റും ജനിക്കാൻ പാടില്ല എന്നൊരു കരാറ് കൂടി ആ ഗാർഡിയൻ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനുമായി വെച്ചിട്ടുണ്ടായിരുന്നു. ലോകത്തുള്ള സകല മാർഷൽ ആർട്ടിസ്റ്റുകളുമായി ഒരു കരാർ ഉണ്ടാക്കിയിരുന്ന ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ആ കരാർ സ്വാഭാവികമായും ലോക കരാറായി മാറിയെന്ന് പറയാം. ലോകത്ത് ഒരിടത്തും മാർഷൽ സെയിന്റുകൾ ഉണ്ടാകാതെ പോയതിന്റെ കാരണം ആ കരാറാണ്. അതൊരു ബൈൻഡിങ് കരാറാണ്. മാർക്ക് ഫെല്ലർ ശരിക്കും അമ്പരപ്പോട് കൂടിയാണ് ഈ ഗാർഡിയന്റെ കഥ വായിക്കുന്നത്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ ഒരുപാട് റിസോഴ്സസ് കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമാണ്. അവർക്ക് ഒരുപാട് ആളുകളുണ്ട്. അവരെ മുഴുവൻ വരച്ച വരയിൽ നിർത്തിയ ആ ഗാർഡിയൻ അത് ഒരു സംഭവം തന്നെയാണ്. ഇനി മാർക്കിന് അറിയേണ്ടത് ആ മാസ്ക് വെച്ച സ്ത്രീയെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. മാർക്ക് ആ പുസ്തകം അടച്ചു വെച്ചിട്ട് പഴയ പുസ്തകങ്ങൾ ഒരെണ്ണം എടുത്തു. ഏകദേശം 10,000 വർഷം പഴക്കമുള്ള ചരിത്രമാണ് ആ പുസ്തകത്തിലുള്ളത്. ആ പുസ്തകം കയ്യിലെടുത്ത മാർക്ക് ആ പുസ്തകം മറിച്ചു നോക്കിയിട്ട് മാർക്കിനൊന്നും മനസ്സിലായില്ല. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ പോലും മാർക്കിന് വായിച്ചെടുക്കാൻ പറ്റാത്ത ഒന്നാണ്. പുരാതനങ്ങളായ എന്തൊക്കെയോ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ മാസ്ക് വെച്ച സ്ത്രീയെക്കുറിച്ച് എന്തെങ്കിലും വിവരം അതിലുണ്ടോയെന്നറിയാൻ മാർക്ക് ഒരുപാട് പേജുകൾ മറിച്ചു നോക്കിയെങ്കിലും മാർക്കിന് ഒന്നും പിടികിട്ടാതെ വന്നപ്പോൾ മാർക്ക് ആ പുസ്തകം അങ്ങ് തിരിച്ചു വെച്ചു. പിന്നീട് മാർക്ക് എടുത്തത് ഏകദേശം 5000 വർഷം മുതൽ 2000 വർഷം വരെയുള്ള ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള പുസ്തകമാണ്. ഒരു വലിയ പുസ്തകമാണ്. ആ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഭാഷ മാർക്കിന് മനസ്സിലാകുന്ന ശൈലിയിലേക്ക് തന്നെയാണ് ഉള്ളത്. ഇപ്പോഴത്തെ ഭാഷ പോലെ സുന്ദരമൊന്നും അല്ലെങ്കിലും വായിച്ചാൽ മനസ്സിലാകും. മാർക്ക് ആ പുസ്തകത്തിലൂടെ അങ്ങനെ കടന്നു പോയപ്പോൾ
മാർക്ക് എത്തിച്ചേർന്നത് ആ മാസ്ക് വെച്ച സ്ത്രീയിലേക്കാണ്. ആ മാസ്ക് വെച്ച സ്ത്രീ പലതവണ പുനർജനിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് പുനർജനിച്ച ആ സ്ത്രീ അവരുടെ ആ ജീവിത കാലഘട്ടത്തിൽ ഏകദേശം 1,00,000 ആളുകളെ കൊന്നൊടുക്കി എന്ന വിവരണമാണ് ആ പുസ്തകത്തിൽ ഉള്ളത്. അന്നുണ്ടായിരുന്ന എല്ലാ പ്രധാനപ്പെട്ട സെക്ഷനുകളെയും ആ മാസ്ക് വെച്ച സ്ത്രീ ഉന്മൂലനം ചെയ്യുകയായിരുന്നു. അങ്ങനെ ഉന്മൂലനം ചെയ്ത ആ മാസ്ക് വെച്ച സ്ത്രീ ശരിക്കും ജനിച്ചത് അല്ലെങ്കിൽ പുനർജനിച്ചത് ശക്തമായ ഒരു സെക്ഷനിലായിരുന്നു. ആ സെക്ഷനിലെ ലീഡറുടെ മകളായിട്ടാണ് ആ മാസ്ക് വെച്ച സ്ത്രീ ജനിച്ചത്. അവളുടെ 8ാമത്തെ വയസ്സിൽ അവളുടെ അച്ഛനെയും 12ാമത്തെ വയസ്സിൽ അവളുടെ അമ്മയും കൊന്ന സംഭവങ്ങൾ കൂടി ആ വിവരണങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. അതിനുശേഷം അവൾ ആ സെക്ഷൻ പൂർണ്ണമായി നശിപ്പിക്കുകയായിരുന്നു. 8ാമത്തെ വയസ്സിൽ തന്നെ അവൾ അതിശക്തിയായി മാറിയിരുന്നു. ഏകദേശം 1,00,000 ആളുകളെ അവളുടെ ജീവിത കാലഘട്ടത്തിൽ അവർ കൊന്നിട്ടുണ്ട്. അവൾ പലതവണ പുനർജനിച്ചെങ്കിലും ആ ഒരു തവണ മാത്രമാണ് അവൾ ശക്തമായി പ്രതികാര നടപടികൾ പൂർത്തീകരിച്ചത്. അതിനുശേഷം അവളുടെ പുനർജന്മമൊക്കെ പെട്ടെന്ന് അവസാനിക്കേണ്ട പദവും. ഇത്രയും കാര്യങ്ങൾ വായിച്ചപ്പോൾ മാർക്ക് ശരിക്കും വിറച്ചു തുടങ്ങി. ആ സ്ത്രീയാണോ ഇപ്പോൾ ഷിയാവുവായി മാറിയിരിക്കുന്നത്? ഷിയാവു ആ മാസ്ക് വെച്ച സ്ത്രീയാണെങ്കിൽ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന സകല അനർത്ഥങ്ങൾക്കും താനാണ് ഉത്തരവാദി. അങ്ങനെ ഒരു ചിന്തയാണ് പെട്ടെന്ന് മാർക്കിനുണ്ടായത്. മാർക്കാണ് ഷിയാവുവിനെ കൾട്ടിവേഷൻ പഠിപ്പിച്ചത്. ആ ബ്രീത്തിങ് എക്സസൈസ് പഠിപ്പിച്ചതും മാർക്കാണ്. അവിടെ നിന്നാണ് ഷിയ യഥാർത്ഥത്തിൽ അവളുടെ ഭൂതകാലത്തിലേക്ക് മടങ്ങിപ്പോയത്. അവളുടെ ശക്തി വർദ്ധിച്ചത് അവിടെ നിന്നാണ്. മാർക്ക് അവളെ ഈ കൾട്ടിവേഷൻ ടെക്നിക്ക് പഠിപ്പിക്കാതിരുന്നുവെങ്കിൽ അവൾ ഒരിക്കലും ആ പാതയിലേക്ക് തിരിയുമായിരുന്നില്ല. അങ്ങനെ ഒരു ചിന്തയാണ് പെട്ടെന്ന് മാർക്കിന്റെ മനസ്സിലേക്ക് വന്നത്. മാർക്ക് ശരിക്കും ആവേശത്തോടെ ഈ പുസ്തകം വായിച്ചിരിക്കുന്നിടയിൽ സമയം അങ്ങനെ കടന്നു പോവുകയാണ്. മാർക്ക് പോലും അറിയാതെ 3 ദിവസം അങ്ങ് പൂർത്തിയായി. ബാക്കിയുള്ള ചെറുപ്പക്കാരൊക്കെ താഴെ ലൈബ്രറികളിലെ സ്പെല്ലുകൾ വായിച്ചു പഠിക്കുന്നിടയിൽ മാർക്ക് ഈ ചരിത്രം വായിച്ചു പഠിക്കുകയായിരുന്നു. മാസ്ക് വെച്ച സ്ത്രീയുടെ കൂട്ടക്കൊലപാതകങ്ങളെ കുറിച്ച് വിശദമായ വിവരണങ്ങൾ ആ പുസ്തകത്തിലുണ്ട്. ഇമ്മോർട്ടൽ സ്ലെയിങ് സെക്ഷൻ അവസാനിപ്പിച്ച കഥയൊക്കെ അതിനകത്തുണ്ട്. മാർക്ക് ഏതാണ്ട് ലൈവായി കണ്ട ഒരു കൂട്ടക്കൊലയാണ് ആ ഇമ്മോർട്ടൽ സ്ലെയിങ് സെക്ഷനകത്ത് നടന്നത്. ആ കൂട്ടക്കൊല ഏത് കൊല്ലം നടന്നുവെന്നും അന്ന് എത്ര പേർ കൊല്ലപ്പെട്ടു എന്നൊക്കെ ആ വിവരണത്തിലുണ്ട്. മാർക്ക് ആ പുസ്തകത്തിൽ അങ്ങനെ മുഴുകിയിരിക്കുമ്പോഴാണ് യാവോമങ്ങും കൂട്ടരും അങ്ങോട്ട് വരുന്നത്. അവർ മാർക്കിനെ വിളിച്ചു, മാർക്ക് പോകാറായി, ഇറങ്ങ. മാർക്ക് വേറെ പുസ്തകങ്ങളിലൂടെ സ്പെല്ലുകളൊക്കെ വായിച്ചു പഠിച്ചിട്ടുണ്ടാവുന്നതാണ് അവിടേക്ക് കടന്നു വരുമ്പോൾ യാവോമങ്ങും കൂട്ടരും കരുതിയത്. പക്ഷെ മാർക്ക് ഇവിടെ ആ 4 പുസ്തകങ്ങളുമായി അങ്ങനെ ലയിച്ചിരിക്കുകയാണ്. മാർക്ക് ആ പുസ്തകങ്ങൾ വെച്ചിട്ട് അവർക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങി. അവരെ കാത്ത് പുറത്ത് ഷേഖ് ഹാങ് നിൽക്കുകയാണ്. 3 ദിവസം അതിവേഗതയിലാണ് കടന്നുപോയത്. ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ സമയം കണ്ടെത്തിയപ്പോൾ മാർക്ക് അതൊക്കെ വിസ്മരിച്ചിരുന്നു. ലൈബ്രറിയിൽ നിന്ന് എല്ലാവരും പുറത്തിറങ്ങിയതും ഷേഖ് ഹാങ് ആ വാതിൽ ക്ലോസ് ചെയ്തു. ഷേഖ് ഹാങ്ങിനോട് യാത്ര പറഞ്ഞ് അവരെല്ലാവരും പുറത്തേക്ക് നീങ്ങുമ്പോൾ യാവോമങ്ങിനോടായി മാർക്ക് ചോദിച്ചു, യാവോ, ഞാനൊരു ഗാർഡിയനെ കുറിച്ച് വായിച്ചായിരുന്നു. ആ ഗാർഡിയനെ കുറിച്ച് എന്തെങ്കിലും വിവരം യാവോയ്ക്ക് അറിയാവോ? മാർക്ക്, ഗാർഡിയനെ കുറിച്ച് എനിക്ക് ചില വിവരങ്ങളൊക്കെ അറിയാം. അത് പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് പറയണ്ട. മാർക്ക് എന്നോടൊപ്പം വാ. അങ്ങനെ യാവോമങ് പറഞ്ഞതും മാർക്ക് ഫെല്ലർ ആ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിൽ നിന്ന് യാവോയ്ക്കൊപ്പം പുറത്തിറങ്ങി. യാവോയുടെ കാറിലേക്ക് കയറിയ മാർക്ക് യാവോയോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ യാവോ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറയാം. മാർക്കിനെയും കൊണ്ട് യാവോ അവിടെ ബസ്സിലെത്തി. വലിയ കൊട്ടാര സംഭവമൊന്നും അല്ലെങ്കിലും അത്യാവശ്യം കൊള്ളാവുന്ന ഒരു മാൻഷൻ തന്നെയാണ് യാവോമങ്ങിന്റെ വസതി. യാവോ കുടുംബവും ഈ ന്യൂ സെലസ്റ്റിലെ അറിയപ്പെടുന്ന കുടുംബമാണ്. ന്യൂ സെലസ്റ്റിലെ യാൻ സിറ്റി മേഖലയിലാണ് യാവോ കുടുംബത്തിന്റെ വസതിയുള്ളത്. ജിങ്ദു മേഖലയിലാണ് ഈ മാർഷൽ ആർട്സ് അക്കാഡമിയും അതുപോലെ ബ്ലാക്ക് കുടുംബങ്ങൾക്കുള്ളത്. യാൻ സിറ്റിയിലെ യാവോമങ്ങിന്റെ ആ വസതിയിൽ കാർ നിർത്തിയ നിമിഷത്തിൽ മാർക്കും യാവും കൂടി കാറിൽ നിറങ്ങി. അവര് അകത്തെ റൂമിലേക്ക് വരുമ്പോൾ അവിടെ ഒരാൾ ഇരിപ്പുണ്ട്. മാർക്ക് ഫെല്ലർ നേരത്തെ ഒരു തവണ ആ ചെറുപ്പക്കാരനെ കണ്ടിട്ടുണ്ട്, ബാറി വെച്ച്. അന്നും യാവോമങ്ങിന്റെ കൂടെയാണ് അയാളെ കണ്ടത്. മാർക്കിനെ കണ്ടതും അയാൾ ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഫെല്ലർ, നമ്മൾ വീണ്ടും കണ്ടു. ഞാൻ വാൻ ഗസ്മാൻ. വാൻ ഗസ്മാൻ അത് പറഞ്ഞതും യാവോ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, വാൻ എന്റെ സുഹൃത്തു കൂടിയാണ്. അങ്ങനെ വാൻ ഗസ്മാനെ യാവോമങ് പരിചയപ്പെടുത്തിയതും വാൻ ഗസ്മാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. എന്നെ സഹായിക്കാനോ? അതെ മാർക്ക്, നിന്റെ മാർഷൽ സൈൻ പവർ ഇനി അധിക ദിവസം കൂടി ഉണ്ടാവില്ലല്ലോ. ആ പവർ തീരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ മാർക്കിനെ വേട്ടയാടാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് എമിലി ബ്ലാക്കിനെ രക്ഷിക്കാൻ
മാർക്ക് ബുദ്ധിമുട്ടും. ഞാൻ വേണമെങ്കിൽ മാർക്കിനെ സഹായിക്കാം. മാർക്കിനും എമിലിക്കും ഞങ്ങളുടെ മിസ്റ്റിക് വേൾഡിനകത്ത് താമസിക്കും. മിസ്റ്റിക് വേൾഡോ? അതെ മാർക്ക്, ഞങ്ങളുടെ കുടുംബത്തിന് ഒരു മിസ്റ്റിക് വേൾഡ് ഉണ്ട്. ആ മിസ്റ്റിക് വേൾഡിൽ ആർക്കും കടക്കാനൊന്നും പറ്റില്ല. മാർക്ക് അവിടെ സുരക്ഷിതനായിരിക്കും. അതുപോലെ തന്നെ എമിലിയും. വീണ്ടും എമിലി എന്ന പേര് വാൻ ഗസ്മാൻ പറഞ്ഞതും മാർക്ക് വാൻ ഗസ്മാനോട് പറഞ്ഞു, ഏയ് അത് വേണ്ട, എമിലിയെ നോക്കാനുള്ള കരുത്തൊക്കെ എനിക്കുണ്ട്, എനിക്ക് അതിന് വേറെ ആരുടെ സഹായം വേണ്ട. മാർക്ക്, ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. മിസ്റ്റർ വാൻ, നിങ്ങൾ എന്തുദ്ദേശിച്ചാലും എനിക്ക് വിഷയമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ യാവോ മെങ്ങിന് തിരിഞ്ഞ് യാവോട് ചോദിച്ചു, യാവോ നീ എന്നോട് പറയാമെന്ന് പറഞ്ഞ കാര്യം പറയാൻ ഉദ്ദേശമുണ്ടെങ്കിൽ പറ. യാവോ മെങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഗാർഡിയനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഗാർഡിയനെ കുറിച്ചുള്ള കൂടുതൽ വിവരം ശരിക്കും വാൻ ഗസ്മാനാണ് അറിയാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ മാർക്കിനെ ഇവിടേക്ക് കൊണ്ടുവന്നത്. യാവോ അങ്ങനെ പറഞ്ഞതും മാർക്ക് വാൻ ഗസ്മാനോട് ചോദിച്ചു, നിനക്ക് ഗാർഡിയനെ കുറിച്ച് എന്തറിയാം? മാർക്ക്, ഗാർഡിയന്റെ ഒരു ഫോട്ടോ എൻ്റെ വസതിയിലുണ്ട്. ഞങ്ങളുടെ മിസ്റ്റിക് വേൾഡിനകത്താണ് എൻ്റെ വസതി. മാർക്ക് വരികയാണെങ്കിൽ ഗാർഡിയന്റെ ഫോട്ടോ കാണാം. മിസ്റ്റിക് വേൾഡിനകത്തുള്ള വാൻ ഗസ്മാന്റെ വസതിയിൽ ഗാർഡിയന്റെ ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ കാണാൻ മാർക്ക് പക്ഷേ ആ മിസ്റ്റിക് വേൾഡിനകത്തേക്ക് ചെല്ലണം. ആ കാര്യം ഗസ്മാൻ പറഞ്ഞപ്പോൾ മാർക്ക് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് ഗസ്മാനോട് പറഞ്ഞു, ഏയ് അത് വേണ്ട, ഞാൻ അങ്ങനെ വരുന്നില്ല. ഏയ് മാർക്ക്, എന്താ മിസ്റ്റിക് വേൾഡിലേക്ക് വരാൻ ഭയമുണ്ടോ? ഗസ്മാൻ, ഭയത്തിന്റെ കാര്യമൊന്നുമല്ല. ഞാൻ പൊതുവെ എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ്. അപരിചിതമായ ഒരു സ്ഥലത്തും ഞാൻ അങ്ങനെ പോകാറില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും ഗസ്മാൻ, ആ ഫോട്ടോ നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുപോവാ, എനിക്കൊന്ന് കാണാമല്ലോ. അങ്ങനെ മാർക്ക് ഫെല്ലർ പറഞ്ഞതും വാൻ ഗസ്മാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് അത് വേണ്ട, ഞാൻ വീട്ടിൽ പോയിട്ട് ആ ഫോട്ടോയുടെ ഒരു പിക്ചർ മൊബൈലിൽ എടുക്കാം, അത് ഞാൻ മാർക്കിന് അയച്ചു തരാം. വളരെ സിമ്പിളായ ഒരു സൊല്യൂഷനാണ് വാൻ ഗസ്മാൻ പറഞ്ഞത്. വാൻ ഗസ്മാൻ അങ്ങനെ പറഞ്ഞതും യാവോടും വാൻ ഗസ്മാനോട് യാത്ര പറഞ്ഞിട്ട് മാർക്ക് അതിവേഗം അവിടെ നിന്ന് ഇറങ്ങി. മാർക്കിന് അവരുമായി അങ്ങനെ സംസാരിച്ചിരിക്കാൻ ഒട്ടും താല്പര്യമില്ല. അത് മാത്രമല്ല, വാൻ ഗസ്മാൻ ആൾ ശരിയല്ല എന്നൊരു തോന്നൽ എങ്ങനെയോ മാർക്കിന്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. ഗസ്മാനിൽ നിന്ന് മാക്സിമം അകന്നു നിൽക്കാനുള്ള ഒരു ആഗ്രഹം മാർക്കിന്റെ മനസ്സിലുണ്ട്. മാർക്ക് ന്യൂ സെലസിൽ നിന്ന് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. മാർക്ക് അതിവേഗം മടങ്ങിപ്പോകുന്നത് എമിലി ബ്ലാക്ക് പവലിയൻ മാസ്റ്റർ അടുത്തുള്ളത് കൊണ്ടാണ്. അവിടെ ആരെങ്കിലും കയറി ഒരു അറ്റാക്ക് നടത്തിയാൽ ചിലപ്പോൾ എമിലിയെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് എമിലിയുടെ അടുത്തേക്ക് മടങ്ങിയെത്തണം. അതിനുവേണ്ടിയാണ് മാർക്ക് അതിവേഗം തിരിച്ചത്. മാർക്ക് ഫെല്ലർ ന്യൂ സെലസിൽ നിന്ന് ക്വിൻഡ് സിറ്റിയിൽ വിമാനം ഇറങ്ങി വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയാണ്. അവിടെ ടാക്സി സ്റ്റാൻഡിന്റെ സമീപത്തേക്ക് മാർക്ക് അങ്ങനെ നടന്നു വരുമ്പോൾ മാർക്കിന്റെ മുന്നിലേക്ക് ഒരാൾ കയറി വന്നു. ഹലോ മാർക്ക് ഫെല്ലർ. മാർക്കിന്റെ മുന്നിലേക്ക് വന്ന ആള് മാർക്കിനോട് അങ്ങനെ പറഞ്ഞതും മാർക്ക് അയാളെ കണ്ടു. അത് ഹോങ്ങി സെക്ഷന്റെ എൽഡർ ഷാനാണ്. ഏയ്, നിങ്ങൾ വീണ്ടും വന്നോ? മാർക്ക്, ഞാൻ അന്ന് നൽകിയ ഓഫർ നീ നിരസിച്ചായിരുന്നു. ഒരിക്കൽ കൂടി ആ ഓഫർ ആവർത്തിക്കാനാണ് ഞാൻ വന്നത്. ഏയ്, ഞാൻ അന്ന് നിന്നെ കൊല്ലാതെ വിട്ടതാണ്. വീണ്ടും അതേ ആവശ്യമായി എൻ്റെ അടുത്ത് വരികയാണ്. മാർക്ക്, ഞാൻ പറഞ്ഞല്ലോ, നീ എമിലി ബ്ലാക്കുമായി ഞങ്ങളുടെ ഹോങ്ങി സെക്ഷനിൽ വന്നാൽ നിനക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങൾ നൽകും. മാർക്ക്, നീ ആയിരിക്കും പിന്നീട് ഈ ലോകം നിയന്ത്രിക്കുക. ഹോങ്ങി സെക്ഷൻ എന്നും എമിലി ബ്ലാക്ക് എന്നും ഒക്കെ അയാൾ പറഞ്ഞപ്പോൾ മാർക്ക് ഫെല്ലർ അയാളോട് പറഞ്ഞു, നോക്ക്, എമിലിയെ ഉപയോഗിച്ച് നിങ്ങളുടെ സെക്ഷൻ ബിൽഡ് ചെയ്യാനുള്ള നിങ്ങളുടെ ഈ ആഗ്രഹം ഉണ്ടല്ലോ, എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് നിങ്ങൾ കരുതുന്നെങ്കിൽ അത് തെറ്റാണ്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ എമിലി ബ്ലാക്കിന്റെ ആ ബ്ലഡ് ലൈൻ ഉപയോഗിച്ച് ഒരു ടീമിനെ തന്നെ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചവരാണ്. അതേ ആഗ്രഹം അതാണ് ഹോങ്ങി സെക്ഷനുള്ളത്. ഹോങ്ങി സെക്ഷനിലെ ആളുകളുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ എമിലി ബ്ലാക്കിന്റെ ബ്ലഡിന് കഴിയും. എമിലി ബ്ലാക്കിനെ മാത്രമാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. എമിലി ബ്ലാക്കിനെ മാർക്കില്ലാതെ കിട്ടാൻ മാർഗമില്ലാത്തതുകൊണ്ട് മാർക്കിനെ കൂടി അവർ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന മാർക്ക് അങ്ങനെ പറഞ്ഞതും ഹോങ്ങി സെക്ഷന്റെ ആ എൽഡർ ഷാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അങ്ങനെയെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. അങ്ങനെ അയാൾ തമാശ രൂപത്തിൽ പറഞ്ഞതും പല ഭാഗത്തുനിന്നായി ആളുകൾ അങ്ങോട്ടേക്ക് നടന്നു തുടങ്ങി. ആ നടന്നു വരുന്ന ആളുകളെ മാർക്ക് കണ്ടു. 4 ആളുകളാ മാർക്കിന് നേരെ നടന്നു വരുന്നത്. 4 കോർണറിൽ നിന്നാണ് അവർ വരുന്നത്. 4 പേരും പീക്ക് ലെവൽ മാർക്വിസ്റ്റുകളാണ്. ആ പീക്ക് ലെവൽ മാർക്വിസ്റ്റുകളെ ഒന്ന് നോക്കിയിട്ട് മാർക്ക് ഫെല്ലർ എൽഡർ ഷാനോട് ചോദിച്ചു, അല്ല, ഇവരെ ഉപയോഗിച്ചാണോ നീ എന്നെ തടയ്ക്കാൻ പോകുന്നത്? മാർക്ക്, നിനക്ക് മാർഷൽ സെന്റ് പവർ ഉണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ പ്രിപ്പയർഡ് ആണ്. അങ്ങനെ പറഞ്ഞിട്ട്
എൽഡർഷാൻ കുറച്ച് പുറകോട്ട് മാറി. അയാൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാനായി മാർക്ക് എൽഡർഷാനെ നോക്കുമ്പോൾ ആ 4 സംഘം ഒന്നിച്ച് പെട്ടെന്ന് കൈയൊന്ന് ഉയർത്തി. അവർ കൈയൊന്ന് ഉയർത്തിയതും 4 പേരുടെ കയ്യിൽ ഓരോ സീല് രൂപപ്പെടുകയാണ്, വൃത്താകൃതിയുള്ള സീല്. ആ സീല് ശരിക്കും വായുവിൽ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടതും ആ സീലുകൾ ഒന്നിച്ച് മാർക്കിന് നേരെ പാഞ്ഞു വന്നു. മാർക്കിന് നേരെ ആ സീലുകൾ പാഞ്ഞു വരുന്ന കണ്ടതും മാർക്ക് കൈ കൊണ്ടത് ആഞ്ഞിടിച്ചു. മാർക്ക് ആ സീലിന് നേരെ ആഞ്ഞിടിച്ചതും ആ സീലിന്റെ ഭാഗത്തൂടെ മാർക്കിന്റെ കൈ ഇങ്ങനെ കടന്നു പോവുകയാണ്. ശരിക്കും അവിടെ ഒന്നുമില്ല. മാർക്ക് എല്ലാ ഭാഗത്തേക്കും കൈ ചലിപ്പിച്ചെങ്കിലും മാർക്കിന്റെ കൈ അങ്ങനെ കടന്നു പോയതല്ലാതെ സീല് പൊട്ടിയില്ല. ആ 4 പേരും ചേർന്ന് ഒരു പ്രത്യേക മാന്ത്രിക സ്പെൽ ആക്ടിവേറ്റ് ചെയ്തതാണ്. പക്ഷെ ആ നിമിഷത്തിൽ മാർക്ക് ഒരു കാര്യം തിരിച്ചറിഞ്ഞു. മാർക്കിന്റെ ബോഡിയിലെ സ്പിരിച്വൽ എനർജി ഉപയോഗിക്കാൻ പറ്റുന്നില്ല. മാർക്ക് ഒരു മാർഷൽ സെയിൻ്റാണ്. ആ മാർഷൽ സെയിൻ്റെ പവറുള്ള ആളാണ്. എന്നിട്ടും മാർക്കിൻ്റെ ആ കപ്പാസിറ്റിയെ ഒരു പ്രത്യേക സ്പെല്ല് ഉപയോഗിച്ച് ആ 4 സംഘം പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.